ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് മൾട്ടിപ്ലിക്കേഷൻ തിയറത്തിൽ നിന്ന്, അതായത് കണ്ടീഷണൽ പ്രോബബിലിറ്റി കഴിഞ്ഞ അടുത്ത ടോപ്പിക്ക് മൾട്ടിപ്ലിക്കേഷൻ തിയറം ആയിരുന്നു. നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ അതാണ് നോക്കിയത്. അതിനുശേഷം അതിൻ്റെ ഒരു തിയറം, അതായത് തിയറം ഓഫ് ടോട്ടൽ പ്രോബബിലിറ്റി എന്നുള്ള സെക്ഷനുണ്ട്. ദെൻ ബേസ് തിയറം ഉണ്ട്. അപ്പോൾ ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മോഡ്യൂൾ 6 പ്രോബബിലിറ്റി എന്നുള്ള സെക്ഷനിൽ എല്ലാം കഴിയും കേട്ടോ. എന്നിട്ട് നമുക്ക് പിന്നെ പ്രോബ്ലംസ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാനുണ്ട്. ഞാനിങ്ങനെ സബ്ജക്റ്റ് പഠിപ്പിച്ച് വരുന്നുള്ളൂ. ഇങ്ങനെ പോകുന്നുണ്ട്, കുഴപ്പമില്ലല്ലോ. എന്താണ് കൺസെപ്റ്റ് എന്ന് മനസ്സിലാക്കി തന്നിട്ട് പിന്നെ പ്രോബ്ലംസ് നമുക്ക് വർക്കൗട്ട് ചെയ്യാം. അതല്ലേ നല്ലത്. അപ്പോൾ ഈ പ്രോബബിലിറ്റി കഴിഞ്ഞതിന് ശേഷം നമുക്ക് പ്രോബബിലിറ്റിയുടെ മാക്സിമം ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. അത് വർക്കൗട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് അത് ബുദ്ധിമുട്ടുള്ള തോന്നുന്നതൊക്കെ ഞാൻ വീഡിയോ ചെയ്യാം കേട്ടോ. നമുക്ക് ക്ലാസ് എടുക്കാം, കുഴപ്പമില്ലല്ലോ. അപ്പോൾ നിങ്ങളും കൂടി വർക്കൗട്ട് ചെയ്യണേ. കുറച്ച് പേരെ വർക്കൗട്ട് ചെയ്യുന്നുള്ളൂ. കുറേ പേരൊക്കെ ഇപ്പോഴും സ്കൂളിൽ തിരക്കിലാണ്. 10ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട്, അപ്പോൾ അതിൻ്റെ തിരക്കാണ്. +2 പഠിപ്പിക്കുന്നവരുണ്ട്, അപ്പോൾ പ്രാക്ടിക്കൽസിൻ്റെ തിരക്കാണ്. എല്ലാം നടക്കുന്നുണ്ട് കേട്ടോ അതിലിടയ്ക്ക്. അപ്പോൾ അല്ലാത്തവർ മാക്സിമം പഠിച്ചോളൂ, സമയം കണ്ടെത്തി പഠിക്കുക. അവർ നമ്മൾ ഒപ്പം വന്നോളൂ കേട്ടോ. സ്റ്റാർട്ട് ചെയ്യാണ് നമ്മളെ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടീഷണൽ പ്രോബബിലിറ്റി ഒന്ന് പറയാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ച ടോപ്പിക്ക് ഇവിടെ ആവശ്യം വരുന്നത് അതുകൊണ്ടാണ്. എന്തായിരുന്നു കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞത്? കണ്ടീഷണൽ പ്രോബബിലിറ്റി ജസ്റ്റ് ഒന്ന് പറയുകയാണ്. അതായത് പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ദാറ്റ് ബി ഈസ് ഹാപ്പൻഡ്. ബി സംഭവിച്ചിട്ടുണ്ടാകും, ബി ഓൾറെഡി സംഭവിച്ച് കഴിഞ്ഞിട്ടുണ്ടാകും എങ്കിൽ എ കാണാനുള്ള പ്രോബബിലിറ്റീനെയാണ് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? കണ്ടീഷണൽ പ്രോബബിലിറ്റി. അപ്പോൾ അതെന്തായിരുന്നു? പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പി ഓഫ് ബി. ഇങ്ങനെ പറയാം അല്ലേ. ഇനി പി ഓഫ് ബി ഗിവൺ എ എന്ന് പറഞ്ഞാലോ? ബി ഗിവൺ എ എന്ന് പറഞ്ഞാൽ തിരിച്ച് അതും പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി, ബി ഇൻ്റർസെക്ഷൻ എ എന്ന് പറഞ്ഞാലും മതി, കുഴപ്പമൊന്നുമില്ല, എല്ലാം കറക്റ്റ് തന്നെയാണ് കേട്ടോ. പി ഓഫ് എ. ഇതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് കണ്ടീഷണൽ പ്രോബബിലിറ്റി. 2nd ക്ലാസ്സിലാണ് തോന്നുന്നു അല്ലേ, കണ്ടീഷണൽ പ്രോബബിലിറ്റി പഠിച്ചു. അതിനുശേഷം കണ്ടീഷണൽ പ്രോബബിലിറ്റിയിൽ നിന്ന് നമ്മൾ കണക്ട് ചെയ്തിട്ട് എന്ത് പഠിച്ചു? മൾട്ടിപ്ലിക്കേഷൻ തിയറം പഠിച്ചു. ഓർമ്മയുണ്ടോ? എന്തായിരുന്നു മൾട്ടിപ്ലിക്കേഷൻ തിയറം? ഇതിനെ കണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മൾട്ടിപ്ലിക്കേഷൻ തിയറം അല്ലേ. അതായത് പ്രോബബിലിറ്റി ഓഫ് എ ആൻഡ് ബി, അതിന് പറയുന്ന പേരാണ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. അതായത് എയും ബിയും ഒരുമിച്ച് നടക്കാനുള്ള പ്രോബബിലിറ്റി. എയും ബിയും മനസ്സിലായോ? രണ്ടും ഒരുമിച്ച് നടക്കാനുള്ള പ്രോബബിലിറ്റി കാണാൻ പറഞ്ഞാൽ ഇതിനെ കണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് പി ഓഫ് ബി ഇൻറ്റു പി ഓഫ് എ ഗിവൺ ബി. മനസ്സിലായോ? ഇത് തിരിച്ചും പറയാം. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബിനെ തിരിച്ചും പറയാം. നമുക്ക് എന്താണ്? പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഗിവൺ എ. ക്ലിയർ? ഇതിനെ പറയുന്ന പേരാണ് മൾട്ടിപ്ലിക്കേഷൻ തിയറം ഓഫ് പ്രോബബിലിറ്റി. ഓക്കെ അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. കാരണം നമ്മൾ ഇനിയുള്ള ടോപ്പിക്ക് പഠിപ്പിക്കുമ്പോൾ നമുക്കത് ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ക്ലിയർ? ഒറ്റയടിക്ക് എന്താണ് നമ്മുടെ തിയറം ഓഫ് ടോട്ടൽ പ്രോബബിലിറ്റിക്ക് പോവുകയല്ല ചെയ്യുന്നത്. ഈ ഒരു കാര്യം ഒന്ന് ഓർമ്മയിൽ ഉണ്ടായിക്കോട്ടെ. ഓക്കെ. അപ്പോൾ എയും ബിയും നടക്കാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ഫോർമുല? ഒന്നുകിൽ പി ഓഫ് ബി ഇൻറ്റു പി ഓഫ് എ ഗിവൺ ബി എന്ന് പറയാം, അല്ലെങ്കിൽ പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഗിവൺ എ എന്നും പറയാം. കുഴപ്പമില്ലല്ലോ. ഇത് ഓക്കെ അല്ലേ? നമ്മൾ പഠിച്ച കാര്യമാണ്, ഒന്നുകൂടി പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പ് ഇന്നത്തെ ക്ലാസ് പ്രോബ്ലം പഠിപ്പിക്കുന്നതിനൊക്കെ മുമ്പ് നമ്മളിന്ന് 2 തിയറാണ് പഠിക്കുന്നത്. ഒന്ന് ടോട്ടൽ പ്രോബബിലിറ്റിയും അതുപോലെ ബേസ് തിയറവും അല്ലേ. അപ്പോൾ ബേസ് തിയറത്തിലേക്ക് പോണേക്കാൾ മുമ്പ് ആദ്യം നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എന്താണ് എക്സാമ്പിൾ എന്ന്? അത് വളരെ സിമ്പിൾ എക്സാമ്പിളാണ്. ഇതിപ്പോൾ തിയറം മനസ്സിലാക്കിയില്ലെങ്കിലും തിയറത്തിന് പ്രത്യേകിച്ച് ഫോർമുലയൊക്കെ ഉണ്ട്. ഫോർമുല മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പ്രോബ്ലത്തേക്ക് പോവാം. ഓക്കെ. ഏതായാലും ജസ്റ്റ് പ്രോബ്ലം ഒന്ന് വായിച്ചേ. എന്താ പ്രോബ്ലം പറയുന്നത്? ബാഗ് 1-ൽ 3 ചുവന്ന പന്തുകളും 4 കറുത്ത പന്തുകളും ഉണ്ട്. അതായത് ഒന്നാമത്തെ ഒരു ബാഗ് എടുത്തു. ഒരു ബാഗിലെ ബാഗ് 1 ഒരു ബാഗ് വരച്ചു. ആ ബാഗിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? 3 റെഡ് ബോൾ, 3 റെഡ് ബോൾ, 3 ചുവന്ന പന്തുകളുണ്ട്, 4 ബ്ലാക്ക് ബോളുണ്ട്. ബാഗ് 2-ൽ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് രണ്ടും കൺഫ്യൂഷനാണ്. രണ്ടും ഒരുപോലെ ഇരിക്കും, ഒരേ ഡെഫിനിഷനാണ് രണ്ടിൻ്റെയും, ചെറിയ ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ. അതുകൊണ്ടാണ് ചിലപ്പോൾ നമുക്കത് ബേസ് തിയറം ആണെന്ന് തോന്നാം, ചിലപ്പോൾ ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് തോന്നാം. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി ഞാനൊരു എക്സാമ്പിൾ കാണിക്കണേ. രണ്ടും കൂടി ചോദിക്കുന്ന ഒരു എക്സാമ്പിൾ ഞാൻ ചോദിച്ചേക്കാണ് കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോൾ എന്താ പറയുന്നത്? രണ്ടാമത്തെ ബാഗിൽ 5 ചുവന്ന പന്തുകളും അതുപോലെ 6 കറുത്ത പന്തുകളുണ്ട്, 6 ബ്ലാക്ക് ബോളുണ്ട്.
അതിൽ നിന്ന് ഏതോ ഒരു ബാഗിൽ നിന്ന്, ഏത് ബാഗാന്ന് പറയുന്നില്ലേ, ഏതോ ഒരു ബാഗിൽ നിന്ന് ഒരു ബോൾ എടുക്കുന്നു. ഓക്കെ, ആ ബോള് 2 ക്വസ്റ്റ്യൻ ആണുള്ളത്. ആ പന്ത് ചുവന്നതാകാനുള്ള സംഭാവ്യത എന്ത്? അതായത് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് റെഡ്, നമ്മൾ എടുക്കുന്ന ബോള് റെഡ് ബോളാകാനുള്ള പ്രോബബിലിറ്റി എന്താണ്? ഓക്കെ, രണ്ടാമതൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. തിരഞ്ഞെടുത്ത പന്ത് ചുവന്നതാണെങ്കിൽ, ഇഫ് ദ ബോൾ ഈസ് റെഡ്, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം ബാഗ് 2? അതായത് ബാഗ് 2-ൽ നിന്നാണ് എടുക്കുന്നത്, അത് എടുക്കാനുള്ള പ്രോബബിലിറ്റി എന്ത്? ആ 2 ക്വസ്റ്റ്യനൊന്നും മനസ്സിലാക്കി നോക്കുക. എല്ലാവരും ക്വസ്റ്റ്യനൊന്നും നോക്കുക. 2 ക്വസ്റ്റ്യനും മനസ്സിലാക്കണേ. കൺഫ്യൂഷനാണ് രണ്ടും. ഈ മലയാളത്തിലൊക്കെ ചോദിക്കുമ്പോൾ, നമുക്ക് ഇംഗ്ലീഷാണെങ്കിൽ കുറച്ചെങ്കിലും കുഴപ്പമില്ല, മലയാളത്തിൽ ചോദിക്കുമ്പോൾ അവിടുന്ന് എടുത്തിട്ട് അങ്ങോട്ട് ഇട്ട്, ഇവിടുന്ന് എടുത്ത് ഇങ്ങോട്ട് ഇട്ടെന്നൊക്കെ തോന്നും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് പോവാം. എന്താ പറയുന്നത്? ഒരു ബാഗിൽ 3 റെഡും 4 ബ്ലാക്കും ഉണ്ട്. അതിൽ നിന്നാണ് നമ്മൾ റെഡ് എടുക്കുന്നതെങ്കിൽ, ഈ ഒന്നാമത്തെ ബാഗിൽ നിന്നാണ് റെഡ് എടുക്കുന്നതെങ്കിൽ, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് റെഡ് വരെയുള്ള പ്രോബബിലിറ്റി എത്രയാ? ഒന്നാമത്തേൽ നിന്ന് എത്ര റെഡ് ഉണ്ട് ഇതിൽ? 3 റെഡ് ഉണ്ട് അല്ലേ? ടോട്ടൽ 7 ആണ്. ടോട്ടൽ 7 അല്ലേ? അപ്പോൾ 3/7 ആണ്. രണ്ടാമത്തേൽ നിന്നാണ് റെഡ് എടുക്കുന്നതെങ്കിൽ റെഡ് വരെയുള്ള പ്രോബബിലിറ്റി എന്താ? ടോട്ടൽ എത്ര? 5 അല്ലേ? 5 റെഡ് ഉണ്ട്, ടോട്ടൽ 11 ആണ്. 5/11 ആണ്. ക്ലിയർ അല്ലേ? ഈ പറഞ്ഞ കാര്യം ഓക്കെ അല്ലേ? അപ്പോൾ ഒന്നാമത്തെ ബാഗിൽ നിന്ന് റെഡ് എടുക്കാനുള്ള പ്രോബബിലിറ്റി നമുക്കറിയാം, രണ്ടാമത്തെ ബാഗിൽ നിന്ന് റെഡ് എടുക്കാനുള്ള പ്രോബബിലിറ്റി നമുക്കറിയാം. പക്ഷേ ക്വസ്റ്റ്യൻ അതല്ല. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക, കറക്റ്റായിട്ട് മനസ്സിലാക്കി നോക്കുക. ഏതോ ഒരു ബാഗിൽ നിന്ന് ഒരു റെഡ് എടുക്കുന്നു എന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് ഏതിൽ നിന്നാണെന്ന് പറഞ്ഞാൽ നമുക്ക് സുഖമായിരുന്നു അല്ലേ? അങ്ങനെ പറയുന്നില്ല. നമ്മൾ എടുക്കുന്നത് റെഡ് ബോൾ. ഇതിൽ നിന്ന് ഏതോ ഒന്നിൽ നിന്ന് റെഡ് എടുക്കാനുള്ള പ്രോബബിലിറ്റി ചോദിക്കും. കാര്യം മനസ്സിലായോ? അങ്ങനെ ചോദിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ടോട്ടൽ പ്രോബബിലിറ്റി തിയറം എന്ന്. മനസ്സിലാവണുണ്ടോ? ശ്രദ്ധിച്ചോളണേ. രണ്ടും കൂടി കൺഫ്യൂഷനാണ്, അതുകൊണ്ടാണ് പറയുന്നത്. രണ്ടിന് ഏതിൽ നിന്ന് എടുക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രോബ്ലം കഴിഞ്ഞു, ഒരു കൺഫ്യൂഷനും ഇല്ല. പക്ഷേ 2 ഏതിൽ നിന്നാന്ന് പറയാതെ ഏതോ ഒരു ബാഗിൽ നിന്ന് ഒരു റെഡ് ബോൾ എടുക്കാനുള്ള പ്രോബബിലിറ്റി എന്ന് ചോദിക്കുമ്പോൾ നമ്മളവിടെ കുറച്ച് തിയറി ആവശ്യമുണ്ട്. അപ്പോൾ നമുക്കറിയാവുന്ന തിയറി തന്നെയാണ്, ഞാൻ ആ ഫോമിലേക്ക് എത്തിക്കുകയാണ് എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും എളുപ്പത്തിന് വേണ്ടിയിട്ട് 2 ബാഗ് അല്ലേ, നമ്മുടെ ബേസ് തിയറം പോലെയാണ്, അതിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒന്നാമത്തെ ബാഗിന് ഞാൻ E1 എന്ന് പേര് വിളിച്ചു. എല്ലാ പ്രോബ്ലം അങ്ങനെ പഠിച്ച് ശീലിക്കുക. രണ്ടാമത്തെ ബാഗിനോ E2 എന്നും പേര് വിളിച്ചു. കുഴപ്പമില്ലല്ലോ? ക്ലിയർ അല്ലേ? ഇനി ഒരു കാര്യം അവിടെ സ്പെഷ്യലായിട്ട് സംഭവിച്ചിട്ടുണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? ഒരു കാര്യം അവിടെ സ്പെഷ്യലായിട്ട് സംഭവിച്ചിട്ടുണ്ടാവും. ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ഒരു റെഡ് ബോൾ എടുക്കുന്നു, ശരിയല്ലേ? അപ്പോൾ ഇവിടെ പറയുന്ന സ്പെഷ്യൽ തിങ് എന്താണ്? ഡ്രോയിങ് എ റെഡ് ബോൾ, അല്ലെങ്കിൽ ടേക്കിംഗ് റെഡ് ബോൾ എന്ന് പറയുന്നത് അല്ലേ? റെഡ് ബോൾ എടുക്കുന്ന കാര്യമാണ് ഇവിടെ സ്പെഷ്യലായിട്ട് സംഭവിക്കുന്നത്. എല്ലാ ക്വസ്റ്റ്യനിലും അങ്ങനെ ഒരു സ്പെഷ്യൽ കാര്യം നടക്കുന്നുണ്ടാവും, അതിനെ നമ്മൾ തിരിച്ചറിയുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എങ്ങനെയാണ് വരുന്നത്? ആദ്യം E1 be the E1, ഞാൻ ചുമ്മാ സ്റ്റെപ്പ് ഒന്ന് കാണിക്കുകയാണേ. E1 B സ്റ്റെപ്പ് നമുക്ക് ബോർഡ് എക്സാമിന് PSC എക്സാമിന് സ്റ്റെപ്പൊന്നും വേണ്ടട്ടാ, ഞാൻ ജസ്റ്റ് ഒന്ന് +2 ലെവലൊന്ന് പറഞ്ഞാണ്. E1 B the ഈവൻറ്റ് ചൂസിങ് ബാഗ് 1, ഒന്നാമത്തെ ബാഗ് എടുക്കുന്നതിനെ E1 എന്ന് പേര് വിളിച്ചു. E2 B the ഈവൻറ്റ് ചൂസിങ് ബാഗ് 2, ശരിയല്ലേ? B the ഈവൻറ്റ് എന്ന് പറഞ്ഞാൽ അവിടാണ് നമ്മുടെ അവിടെ പ്രോബ്ലത്തിൽ നടക്കുന്ന സ്പെഷ്യൽ കാര്യം. മനസ്സിലാവുന്നുണ്ടോ? ആ സ്പെഷ്യൽ കാര്യമാണ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ആ എന്ന് പറയുന്നത് B the ഈവൻറ്റ് ഡ്രോയിങ് എന്ന് ഉദ്ദേശിക്കുന്നത് എടുക്കുക എന്നാണ്. ഡ്രോയിങ് റെഡ് ബോൾ എടുക്കാൻ നമ്മൾ എന്തെടുത്തു? എന്ന് കൊടുത്തു. ക്ലിയർ അല്ലേ? അപ്പോൾ ഇനി നിങ്ങൾ സ്വാഭാവികമായിട്ട് നമ്മളെ ഫോമിലേക്ക് ഉണ്ടാക്കുകയാണ്. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് റെഡ് വരാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കോമൺ സെൻസ് ആയിട്ട് ചിന്തിക്കുക. ഇവിടെയും റെഡ് വരാനുള്ള ചാൻസ് ഉണ്ട്, ഇവിടെയും റെഡ് വരാനുള്ള ചാൻസ് ഉണ്ട്, ശരിയല്ലേ? ഓക്കെ അല്ലേ? ഇവിടെയും റെഡ് വരാനുള്ള ചാൻസ് ഉണ്ട്, ഇവിടെയും റെഡ് വരാനുള്ള ചാൻസ് ഉണ്ട്.
അപ്പോൾ ഇവിടെയുള്ള ചാൻസിന് E1ഉം ഇതും കൂടിയിട്ടല്ലേ വരുന്നത്. പ്രോബബിലിറ്റി ഓഫ് ഇങ്ങനെയല്ലാത്ത പ്രോബ്ലം ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. E1 ആൻഡ് എ എന്ന് പറഞ്ഞൂടെ. അതായത് E1ഉം അതിൽ നിന്ന് എ എടുക്കുന്നത്. E1 ആൻഡ് എ എന്ന് കൊടുത്തൂടെ. പ്രോബബിലിറ്റി ഓഫ് E1 ആൻഡ് എ പ്ലസ് ഇനി ഇവിടെ ഇത് സംഭവിക്കാമല്ലോ. റെഡ് എടുക്കാവുന്ന കാര്യം അവിടെയും നടക്കാമല്ലോ. അപ്പം നമുക്ക് എന്ത് എഴുതാം? പി ഓഫ് E2 ആൻഡ് എ. E2ഉം എയും നടക്കാനുള്ള പ്രോബിലിറ്റി, അതായത് ഇത് രണ്ടും കൂടി നടക്കണം. ഇതിന് മീനിങ് എന്താ? E1ഉം എയും കൂടി നടക്കുക എന്ന് പറഞ്ഞ മീനിങ് എന്താണ്? E1 എന്ന് പറഞ്ഞ ബാഗിൽ നിന്ന് എ സംഭവിക്കണം, എയും E1ഉം നടക്കണം. മനസ്സിലായോ? നമ്മൾ എടുക്കുന്നത് ഫസ്റ്റ് ബാഗും അതിൽ നിന്നും റെഡ് എടുക്കുന്നു. അപ്പോൾ രണ്ടും കൂടി നടക്കുന്നു. അവിടെയോ E2 എന്ന് പറഞ്ഞ ബാഗും എയും നടക്കുന്നു. മനസ്സിലായോ? അതായത് രണ്ടാമത്തെ ബാഗ് എടുക്കുന്നു, അതിൽ നിന്ന് റെഡ് എടുക്കുന്നു. രണ്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതിനെ നമുക്ക് പി ഓഫ് E1 ഇൻ്റർസെക്ഷൻ എ എന്ന് കൊടുത്തൂടെ. പ്ലസ് പി ഓഫ് E2 ഇൻ്റർസെക്ഷൻ എ എന്ന് എഴുതിക്കൂടെ അല്ലേ? അതല്ലേ മീനിങ്? E1 ഇൻ്റർസെക്ഷൻ എ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഞാനിപ്പോൾ പറഞ്ഞുള്ളൂ. എന്താണ് പേര്? മൾട്ടിപ്ലിക്കേഷൻ തിയറം. മനസ്സിലായോ? അപ്പോൾ ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ തിയറത്തിൻ്റെ ഫോമുല എന്താണ്? പി ഓഫ് E1 ഇൻ്റർസെക്ഷൻ എയുടെ ഫോമുല എന്താണ്? പി ഓഫ് E1 ഇൻറ്റു പി ഓഫ് എ ഗിവൺ E1. മനസ്സിലായോ? പി ഓഫ് E1 ഇൻറ്റു പി ഓഫ് എ ഗിവൺ E1 പ്ലസ് ഇതിൻ്റെ ഫോമുല എന്താ? പി ഓഫ് E2 ഇൻറ്റു പി ഓഫ് എ ഗിവൺ E2. മനസ്സിലായോ? ഇതിൻ്റെ മീനിങ് എന്താണ്? ഒന്നാമത്തെ ബാഗ് എടുക്കുന്നു, അതിൽ നിന്ന് റെഡ് ബോൾ എടുക്കുന്നു. മനസ്സിലായോ പറഞ്ഞത്? പ്ലസ് ഇതിൻ്റെ മീനിങ് എന്താണ്? നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ തിയറം ഇന്നലെ പറഞ്ഞല്ലേ. ഒന്നാമത്തെ ബാഗ് എടുക്കുന്നു, അതിൽ നിന്ന് റെഡ് ബോൾ എടുക്കുന്നു. അവർ തമ്മിൽ പരസ്പരം ഇൻഡ് ചെയ്യുക. അതാണ് മൾട്ടിപ്ലിക്കേഷൻ തിയറം. പ്ലസ് രണ്ടാമത്തെ ബാഗ് എടുക്കുന്നു, അതിൽ നിന്ന് എന്ത് ചെയ്യുന്നു? അതിൽ നിന്ന് റെഡ് ബോൾ എടുക്കുന്നു. മനസ്സിലായോ? അപ്പോൾ ഒന്നാമത്തെ നമ്മുടെ കയ്യിൽ രണ്ട് ബാഗ് ഉണ്ട്. നമ്മുടെ കയ്യിൽ എന്തുണ്ട്? രണ്ട് ബാഗ് ഉണ്ട് അല്ലേ? അതിൽ ഒന്നാമത്തെ ബാഗ് എടുക്കാനുള്ള പ്രോബബിലിറ്റി 1/2 ആണ്. പി ഓഫ് E1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/2 ആണ്. ഇൻറ്റു ഇതിൽ നിന്ന് റെഡ് എടുക്കാനുള്ള പ്രോബബിലിറ്റി 3/7 പ്ലസ് രണ്ടാമത്തെ ബാഗ് എടുക്കാനുള്ള പ്രോബബിലിറ്റി 2 ചാൻസ് അല്ലേ ഉള്ളൂ, അതും 1/2 ആണ്. ഇൻറ്റു പി ഓഫ് എ ഗിവൺ E2 എത്രയാണ്? രണ്ടാമത്തിൽ നിന്ന് റെഡ് എടുക്കാനുള്ള പ്രോബബിലിറ്റി 5/11. ഇത് സിംപ്ലിഫൈ ചെയ്യുക. 3/14 അല്ലെങ്കിൽ 1/2 ഔട്ട്സ് കോമൺ എടുക്കുക. 1/2 ഇൻറ്റു 3/7 പ്ലസ് 5/11. അത് എത്ര ചേഞ്ച് ചെയ്യുക കേട്ടോ? അപ്പോൾ 1/2 ഇൻറ്റു എത്രയാണ്? 33 പ്ലസ് 35/77. 1/2 ഇൻറ്റു 68/77. ഇത് വെട്ടിക്കളയുമ്പോൾ 34/77 വരും കേട്ടോ. ശരിയല്ലേ? 34/77 ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്. സോ ഇതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞെന്നുള്ളത്. നമ്മളിങ്ങനെയല്ല ചെയ്യുന്നത്, എത്രയേ ഉള്ളൂ. എന്താണ് ഈ ഇപ്പോൾ ചെയ്യുന്ന പ്രോസസ്സില്ലേ, ഇതിനെ പറയുന്ന പേരാണ് ടോട്ടൽ പ്രോബബിലിറ്റി തിയറം. അപ്പോൾ അതിനെ ഇങ്ങനെയല്ല കേട്ടോ ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. ഇതിനൊരു ഫോമുലയുണ്ട്. ആ ഫോമുല വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഫോമുല എങ്ങനെ വന്നത് എന്നത് നിങ്ങളെ മനസ്സിലാക്കി തന്നതുകൊണ്ടുള്ളൂ കേട്ടോ. മനസ്സിലായോ? എങ്ങനെയാണ് ഫോമുല വന്നത്? ഒന്നാമത്തെ ബോക്സ് എടുക്കുന്നു, അതിൽ റെഡ് വരാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്, മൾട്ടിപ്ലൈ ചെയ്തു. പ്ലസ് രണ്ടാമത്തെ ബോക്സ് എടുക്കുന്നു, അതിൽ റെഡ് വരാനുള്ള പ്രോബബിലിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതിനെ പറയുന്ന പേരാണ് ടോട്ടൽ പ്രോബബിലിറ്റി തിയറം. അതാണ് നമ്മൾ ഈ കാണുന്ന ഫോമുല കേട്ടോ. ക്ലിയർ ആയോ? അപ്പോൾ ഈ ജസ്റ്റ് ഒന്ന് ഇത് വെച്ചിട്ട് എഴുതാം. ഇനിയുള്ള പ്രോബ്ലംസൊക്കെ നമ്മൾ ഫോമുല വെച്ചിട്ടാണ് എഴുതാൻ പോകുന്നത്. ഓക്കെ, ഫോമുല ഇതാ ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ഫോമുല എന്താ? ഫോമുല വരുന്നത്, ഫോമുല എന്താണ്? പി ഓഫ് എ വരാനുള്ള ഫോമുല എന്താണ്? E1 E2 E3 എന്ന് പറഞ്ഞാൽ ഇതേപോലെ പരസ്പര കേവലവും സമഗ്രവുമായ ഈവൻറ്റുകളായിരിക്കും. ടോട്ടൽ പ്രോബബിലിറ്റി തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? എന്താ പറയുന്നത്? E1 E2 E3 എന്ന് പറയുന്നത് പരസ്പര കേവലവും സമഗ്രവുമായ ഈവൻറ്റുകളായിരിക്കണം. അതായത് E1 E2
E3 എന്ന് എക്സെട്ര EN എന്ന് പറയുന്ന ആൾക്കാർ പരസ്പരം കോമൺ ആയിട്ട് ആരും ഉണ്ടാവില്ല. E1 ഇൻ്റർസെക്ഷൻ E2 5 ആയിരിക്കും. E1 മനസ്സിലായി, ഇവരെല്ലാവരും പരസ്പരം എന്തായിരിക്കും, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിരിക്കും. അതുപോലെ ഇതെല്ലാം കൂടി ചേർക്കുമ്പോൾ നമ്മുടെ ടോട്ടൽ പ്രോബിലിറ്റി വരും വേണം. E1 യൂണിയൻ E2 യൂണിയൻ എക്സെട്ര EN എന്ത് വാല്യൂ എത്ര വരിക, സാമ്പിൾ സ്പേസ് ആവും വേണം. അങ്ങനെയുള്ള കുറച്ച് ഈവൻറ്റുകളാണ് ആര്, E1 E2 എക്സെട്ര EN. എങ്കിൽ എ എന്ന് പറയുന്നത് ഇതിനെ ബന്ധപ്പെട്ടിരിക്കുന്ന ഇതിനെ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ഈവൻ്റ് ആണ് ആര്, എ എന്ന് പറയുന്നത്. ദെൻ വാട്ട് ഈസ് ദ ഫോർമുല ഫോർ എ വരാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, P of E1 ഇൻറ്റു P of A given E1 പ്ലസ് P of E2 ഇൻറ്റു P of A given E2 പ്ലസ് എക്സെട്ര P of EN ഇൻറ്റു P of A given EN. ഓക്കെ, ഇതിനെ പറയുന്ന പേരാണ് ടോട്ടൽ പ്രോബബിലിറ്റി തിയറം, അല്ലെങ്കിൽ തിയറം ഓഫ് ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നു. ഈ ഫോർമുലയാണ് കേട്ടോ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, E1നെ P of E1നെ A given E1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, P of E2നെ A given E2ൻ്റെ, ഇപ്പോൾ നമ്മൾ ചെയ്ത പ്രോബ്ലമാണ് കേട്ടോ, E2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, എക്സെട്ര P of ENനെ A given EN മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇതിനെ പറയുന്ന പേരാണ് ടോട്ടൽ പ്രോബബിലിറ്റി തിയറം. പറഞ്ഞത് മനസ്സിലായോ? ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പ്രോബ്ലം നമുക്ക് ചെയ്യാട്ടോ. ഇതിപ്പോൾ ഈ പ്രോബ്ലം നിങ്ങൾ ചെയ്യണമെന്നൊന്നുമില്ലേ, ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു എക്സാമ്പിൾ കാണിച്ചെന്നുള്ളൂ. ഈ പ്രോബ്ലം ചെയ്യണ്ട, നമുക്ക് അടുത്ത പ്രോബ്ലം മുതൽ നമുക്ക് ഇത് സിമ്പിൾ കുറച്ചൊരു സ്പീഡിൽ ചെയ്ത് ശീലിക്കാം. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഇനി അല്ലല്ല, എൻ്റെ സ്ക്രീനിൻ്റെ പ്രശ്നം, സോറി. അയ്യോ, ചെവിയൊന്ന് പോയില്ലേ, ഒരു മിനിറ്റ്, സ്റ്റാൻഡൊന്നുകൂടെ, സ്ക്രീന് ഞാൻ താഴ്ത്തി, ഒരു മിനിറ്റ്, സ്റ്റാൻഡിൻ്റെ മുകളിൽ നിന്ന് ഫോണൊന്ന് വീണു. സ്റ്റാൻഡിന് എന്തോ ചെറിയ കുഴപ്പം. ഇപ്പോൾ ഓക്കെ ആണോ? ഇപ്പം ക്ലിയർ ഓക്കെ അല്ലേ? ഞാൻ ഇതില്ല, ഈ പ്രോബ്ലം നോക്കണ്ട, ഇത് നമുക്ക് ആ ഫോർമുല വെച്ചിട്ട് ചെയ്യാവേ. ഓക്കെ, ഞാനത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞെന്നുള്ളൂ കേട്ടോ. സ്ക്രീന് കാണുന്നുണ്ടല്ലോ, കുഴപ്പമില്ലല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടായിരുന്നു, അതും കൂടി പറഞ്ഞിട്ട് നമുക്ക് പ്രോബ്ലത്തേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇപ്പം നമ്മുടെ ഈ പറഞ്ഞത് പ്രോബബിലിറ്റി, റെഡ് എടുക്കാനുള്ള പ്രോബബിലിറ്റി അല്ലേ നമ്മളിപ്പോൾ പറഞ്ഞത് അല്ലേ? പക്ഷെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഇത് രണ്ടും കൂടി പഠിക്കുമ്പോഴേ നമുക്കിത് ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആവുന്നുള്ളേ. നമ്മുടെ കൺഫ്യൂഷനൊക്കെ വരും കേട്ടോ ഇത് പഠിക്കുമ്പോൾ. അപ്പോൾ കുറച്ചധികം പ്രോബ്ലംസ് 10-20 ക്വസ്റ്റ്യൻസൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നുണ്ട്. എല്ലാം വർക്കൗട്ട് ചെയ്ത് നോക്കണം കേട്ടോ, എങ്കിലേ നമുക്ക് ആ ഒരു ഐഡിയ കിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ പറയുന്ന കാര്യം എന്താ, രണ്ടാമത് പറയുന്ന കാര്യം എന്താ, സ്ക്രീനിൽ നോക്കുക. നമ്മൾ തിരഞ്ഞെടുത്ത പന്ത് ചുവന്നതാണെങ്കിൽ, ചുവന്നതാകാനുള്ള ഫോർമുലയാണ് ടോട്ടൽ പ്രോബബിലിറ്റി തിയറം. മനസ്സിലായോ? ഇത് പ്രോബബിലിറ്റി റെഡ് ആകാനുള്ള പ്രോബബിലിറ്റിയാണ് എന്ത്, P of എന്താ പേര്, ടോട്ടൽ പ്രോബബിലിറ്റി തിയറം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ അല്ലേ? പക്ഷേ അടുത്ത ക്വസ്റ്റ്യനാണ് മനസ്സിലാക്കേണ്ടത്. അതിൽ നിന്നാണ് കൂടുതൽ വരുന്നത്. നമ്മൾ എടുത്ത ബോൾ റെഡ് ആണെന്ന് അവർ പറയും ക്വസ്റ്റ്യനിൽ. ക്വസ്റ്റ്യൻ അതല്ല, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് നമ്മൾ എടുത്തത് ബാഗ് 2-ൽ നിന്ന് വരാനുള്ള പ്രോബബിലിറ്റി എന്താണെന്ന് ചോദിക്കും. എടുക്കുന്ന ബാഗ്, രണ്ടാമത്തെ ബാഗിൽ നിന്ന് ഇത് വരാനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ ഈ പറഞ്ഞതല്ലേ, A given E1 എന്ന് പറഞ്ഞാൽ എന്താണ്, റെഡ് ബോള് ഒന്നാമത്തേൽ നിന്ന് എടുക്കുന്നത് അല്ലേ, അത് നമ്മൾ എഴുതി വെച്ചു എത്രയാണ്, 3/7. A given E2 എന്ന് പറഞ്ഞാലോ, റെഡ് ബോള് എത്രയായിരുന്നു പ്രോബ്ലം, 5 അല്ലേ, 5/11. റെഡ് ബോള് രണ്ടാമത്തേന്ന് എടുക്കുന്നു. ക്വസ്റ്റ്യൻ ഇതല്ല, തിരിച്ചാണ്. നമ്മൾ എടുക്കുന്നത് രണ്ടാമത്തെ ബാഗ് വരാനുള്ള പ്രോബബിലിറ്റി എന്ന് ചോദിക്കും. അതായത് ഈ പറഞ്ഞതിൻ്റെ
തലതിരിക്കുന്ന ക്വസ്റ്റ്യൻ പി ഓഫ് E2 ഗിവൺ എ എന്ന് ചോദിക്കും. മനസ്സിലായോ? അതായത് എടുക്കുന്നത് റെഡ് ബോൾ ഗിവണിലായിരിക്കും. വി ഹാവ് ടു ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് E2 കാണാൻ ചോദിക്കും. സെക്കൻഡ് ബാഗ് എടുക്കാനുള്ള പ്രോബബിലിറ്റി എന്താണെന്ന് ചോദിക്കും. അങ്ങനെ ചോദിക്കുമ്പോൾ E2 ഗിവൺ എയുടെ ഫോർമുല എന്ന് പറഞ്ഞോ. എന്താ E2 ഗിവൺ എയുടെ ഫോർമുല? കണ്ടീഷണൽ പ്രോബബിലിറ്റി E2 ഗിവൺ എന്ന് പറഞ്ഞാൽ എന്താ? എന്താണ് E2 ഗിവൺ എ? ഇപ്പോൾ പറഞ്ഞില്ലേ നമ്മൾ കണ്ടീഷണൽ പ്രോബബിലിറ്റിയുടെ ഫോർമുല എന്താ? ഇവിടെ ബേസ് തിയറം എന്നല്ല പറയുന്നത്. എന്താ കണ്ടീഷണൽ പ്രോബബിലിറ്റിയുടെ ഫോർമുല പറയുന്നത്? അത് തന്നെ പി ഓഫ് E2 ഗിവൺ എ ആണ് നമുക്ക് കാണണ്ടേ അല്ലേ? അതെന്താ സാധനം? പി ഓഫ് E2 ഇൻറ്റു പി ഓഫ് എ സോറി എന്താ ഫോർമുല? പി ഓഫ് E2 ഇൻ്റർസെക്ഷൻ എ ഡിവൈഡഡ് ബൈ പി ഓഫ് എ. ഇതല്ലേ നമ്മുടെ കണ്ടീഷണൽ പ്രോബബിലിറ്റിയുടെ ഫോർമുല? ഓക്കെ അല്ലേ? ആർക്കും ഡൗട്ട് ഇല്ലല്ലോ? അപ്പോൾ ഇൻ്റർസെക്ഷൻ വരുമ്പോൾ നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ തിയറി ഒന്ന് അപ്ലൈ ചെയ്ത് എന്താ വരിക? ഇൻ്റർസെക്ഷൻ വരുമ്പോൾ പി ഓഫ് E2 ഇൻറ്റു പി ഓഫ് എ ഗിവൺ E2 എന്നല്ലേ? ഓക്കെ അല്ലേ? അതല്ലേ മൾട്ടിപ്ലിക്കേഷൻ തിയറം? ബൈ പി ഓഫ് എ നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞില്ലേ? ഇതാണ് പി ഓഫ് എ. മനസ്സിലായോ? എന്താണ് പി ഓഫ് എ? പി ഓഫ് E1 ഇൻറ്റു പി ഓഫ് എ ഗിവൺ E1 പ്ലസ് പി ഓഫ് E2 ഇൻറ്റു പി ഓഫ് എ ഗിവൺ E2. അതായത് എല്ലാവരും പരസ്പരം മൾട്ടിപ്ലൈ ചെയ്യണം. മനസ്സിലായോ? പി ഓഫ് En ഇൻറ്റു പി ഓഫ് എ ഗിവൺ En. ഇതിനെ പറയുന്ന പേരാണ് ബേസ് തിയറം. മനസ്സിലായോ? ഇപ്പം എന്താണ് ബേസ് തിയറം എന്ന് മനസ്സിലായോ? ബേസ് തിയറം എന്ന് പറഞ്ഞാൽ തിരിച്ച് ചോദിക്കുന്നതാണ് ബേസ് തിയറം. അതായത് റെഡ് വരെയുള്ള പ്രോബബിലിറ്റി നല്ലത് മനസ്സിലാക്കാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് 2-3 പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്ക് ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല, നമുക്ക് ഐഡിയ കിട്ടില്ലേ. നമുക്ക് 2-3 പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ ഞാനത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 രീതിയിൽ ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ പ്രോബബിലിറ്റി, ബേസ് തിയറം രണ്ടും കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് ഇന്ന് നമുക്ക് നിർത്തുള്ളൂ. ഓക്കെ, കുഴപ്പമില്ലല്ലോ. അപ്പോൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ. പി ഓഫ് E2 ഗിവൺ എ എന്ന് പറഞ്ഞാൽ പി ഓഫ് E2 ഇൻറ്റു പി ഓഫ് എ ഗിവൺ E2 ബൈ ടോട്ടൽ പ്രോബബിലിറ്റി. ഈ സാധനം അതിനെ പറയുന്ന പേരാണ് ഞാൻ സ്ക്രീനിൽ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അല്ലേ? ബേസ് തിയറം. മനസ്സിലായോ? ബേസ് തിയറത്തിൽ നമ്മൾ പഠിക്കുന്നത് പി ഓഫ് ജനറലൈസ് ചെയ്തിട്ടാണ് EI ഗിവൺ എ എന്നാണ് പറയുന്നത്. EI ഗിവൺ എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്ററിൽ EI ഇൻറ്റു പി ഓഫ് എ ഗിവൺ EI. കണ്ടോ? ഡിനോമിനേറ്ററിലെ ടോട്ടൽ പ്രോബബിലിറ്റി. മനസ്സിലായോ? ഞാൻ താഴെ 2 എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. പി ഓഫ് E1 ഗിവൺ എ നോക്കി നോക്കുക. കണ്ടോ? ന്യൂമറേറ്ററിൽ മാത്രമേ മാറുന്നുള്ളൂ. എന്താണ്? പി ഓഫ് E1 ഇൻറ്റു പി ഓഫ് എ ഗിവൺ E1 ഡിവൈഡഡ് ബൈ പി ഓഫ് E1 ഇൻറ്റു താഴെ ടോട്ടൽ പ്രോബബിലിറ്റി. കണ്ടോ? ന്യൂമറേറ്ററിൽ E1 ആക്കി. E2 ഗിവൺ എന്ന് പറഞ്ഞാലോ ന്യൂമറേറ്ററിൽ മാത്രം മാറ്റുന്നു. എന്ത് ചെയ്യുന്നു? പി ഓഫ് E2 ഇൻറ്റു പി ഓഫ് എ ഗിവൺ E2 ഡിവൈഡഡ് ബൈ ടോട്ടൽ പ്രോബബിലിറ്റി. ഓക്കെ ആണോ? ഇനി പി ഓഫ് E3 ഗിവൺ എന്ന് പറഞ്ഞാലോ E3 ഗിവൺ എന്ന് പറഞ്ഞാൽ പി ഓഫ് E3 ഇൻറ്റു പി ഓഫ് എ ഗിവൺ E3 ന്യൂമറേറ്ററിലെ ഡിനോമിനേറ്ററിലെ ടോട്ടൽ പ്രോബബിലിറ്റി. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ അല്ലേ? ജസ്റ്റ് മനസ്സിലായല്ലോ? നമുക്ക് 2-3 പ്രോബ്ലം ഇന്ന് എന്തായാലും ഞാൻ 10 ക്വസ്റ്റ്യൻസാണ് സെലക്ട് ചെയ്ത് ചെയ്യണം. 10 നമ്മൾ തീരാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു കേട്ടോ. ഇന്നത്തോടു കൂടി ബേസ് തിയറി നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യണം. 1ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. മറ്റേ പ്രോബ്ലം വേണ്ട, ഞാൻ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ജസ്റ്റ് തന്നെന്നുള്ളൂ. ഇനി നമ്മൾ പ്രോബ്ലത്തേക്ക് പോവാണ്. ബേസ് തിയറും കഴിഞ്ഞു. അതിൽ ഇപ്പോൾ നേരത്തെ ചെയ്ത സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്, അതേ മോഡലൊരു ക്വസ്റ്റ്യനാണ്. എഴുതിക്കോളൂ, ജസ്റ്റ് നോട്ട് ചെയ്യുക. എ ബാഗ് കണ്ടെയ്ൻസ് 4 white and 7 black ball. A bag contains 4 white and എല്ലാവരും ക്വസ്റ്റ്യൻ നോക്കുക, സ്ക്രീനിൽ നോക്കുക. 4 white and 7 black balls. Another bag contains, ക്വസ്റ്റ്യൻ എഴുതണം നല്ലതായിരിക്കും കേട്ടോ. Another bag contains 3 white and 5 black balls. 3 white and 5 black balls. A bag is selected at random
ആൻഡ് എ ബോൾ ഈസ് ഡ്രോൺ. ഒരു ബാഗ് നമ്മൾ എടുത്തു, അതിൽ നിന്ന് ഒരു ബോൾ എടുത്തു. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ ബോൾ ഡ്രോൺ ഈസ് വൈറ്റ്? എടുത്ത ബോള് വൈറ്റ് ആകാനുള്ള പ്രോബബിലിറ്റി എന്ത്? ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ ആണോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? നിങ്ങൾ നോക്കിയിട്ടൊന്നും ആത്മാർത്ഥമായിട്ടൊന്ന് വായിച്ച ക്വസ്റ്റ്യൻ. ഇത് ബേസ് തിയറമാണോ ടോട്ടൽ പ്രോബബിലിറ്റി ആണോ? അതാണ് ഇവിടുത്തെ ടേണിംഗ് പോയിന്റ് കേട്ടോ. ബേസ് തിയറം ആണോ ടോട്ടൽ പ്രോബബിലിറ്റി ആണോ എന്ന് തിരിച്ചറിയണം. രണ്ടും വാക്കുകളൊക്കെ ഒരുപോലെയാണ്. അവസാനം ചോദിക്കുന്ന ഒരു സെൻറ്റൻസ്, ആ സെൻറ്റൻസിലാണ് നമ്മുടെ ക്വസ്റ്റ്യൻ മുന്നോട്ട് പോകുന്നത്. മനസ്സിലായോ? ലാസ്റ്റ് നമ്മളൊരു സെൻറ്റൻസ് പറയും, ആ സെൻറ്റൻസാണ് നമ്മൾ നോക്കി വയ്ക്കേണ്ടത്. ഓക്കെ, ഒന്ന് നോക്കുക. ഒരു ബാഗിൽ 4 വെള്ള ബോളും 7 കറുത്ത ബോളും ഉണ്ട്. അനദർ ബാഗിൽ 3 വൈറ്റും 5 ബ്ലാക്കും ഉണ്ട്. അതിൽ നിന്ന് ഏതോ ഒരു ബാഗ് സെലക്ട് ചെയ്തു, അതിൽ നിന്ന് ഒരു ബോൾ എടുത്തു. ആ എടുത്ത ബോള് വൈറ്റ് ആകാനുള്ള സാധ്യത എന്ത്? പ്രോബബിലിറ്റി എന്ത്? ഇതാണ് ക്വസ്റ്റ്യൻ. ക്ലിയർ ആയോ? അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെയല്ലേ, ഇത് ബേസ് തിയറമാണോ ടോട്ടൽ പ്രോബബിലിറ്റി ആണോ? മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ ഞാൻ പറഞ്ഞ ഐഡിയ വെച്ചിട്ട്? ടോട്ടൽ പ്രോബബിലിറ്റി ആണോ ബേസ് തിയറം ആണോ? മനസ്സിലാക്കാൻ പറ്റിയില്ലേ? ടോട്ടൽ പ്രോബബിലിറ്റി വളരെ സിമ്പിളാണ്. ബേസ് തിയറം ആണെങ്കിൽ ഈ വളഞ്ഞു തിരിഞ്ഞ് മൂക്ക് പിടിക്കുന്ന ലെവലായിരിക്കും ബേസ് തിയറം ചോദിക്കുക. അതായത് എടുത്തത് രണ്ടാമത്തെ ബാഗിൽ നിന്നാവാനുള്ള ചാൻസ് എന്തെന്നാണ്, അങ്ങനെ തിരിച്ച് ചോദിക്കുന്നതാണ് ബേസ് തിയറം കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കുക, വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതേപോലെ ഒരു ബോക്സിൻ്റെ എക്സാം സമയത്ത് ബോക്സിൻ്റെ വരച്ച് വയ്ക്കുക. E1 E2 എന്ന് കൊടുക്കും. ഞാൻ തൽക്കാലം സ്റ്റെപ്പൊന്നും എഴുതുന്നില്ല. ഓക്കെ, E1 E2 എന്ന് പേര് കൊടുത്തു. ശരിക്കും പറഞ്ഞാൽ +2 നമ്മൾ ചെയ്യിപ്പിക്കുമ്പോൾ ഈ സെയിം ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അപ്പോൾ പറയുന്നത് സ്റ്റെപ്പ് എഴുതണേ. E1 be the event selecting bag 1, E2 be the event selecting bag 2. അപ്പോൾ വാട്ട് ഈസ് P of E1? ഒന്നാമത്തെ 2 ബാഗ് നമ്മുടെ കയ്യിലുണ്ട്. ഒരു ബാഗ് എടുക്കാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? 1/2. 3 ബാഗ് ഉണ്ടായിരുന്നെങ്കിലോ 1/3 എന്ന് പറയണം അല്ലേ? P of E2 രണ്ടാമത്തെ ബാഗ് എടുക്കാനുള്ള പ്രോബബിലിറ്റി 1/2. ഇനി എന്താണ്? A be the event, അതാണ് നമ്മുടെ സാധനം, സ്പെഷ്യൽ സാധനം. എല്ലാ പ്രോബ്ലത്തിലും ആ സ്പെഷ്യൽ സാധനത്തിന് നമ്മൾ തിരിച്ചറിയണം. ഒരു കാര്യം സ്പെഷ്യലായിട്ട് അവർ പറയും, ഹൈലൈറ്റ് ചെയ്ത് പറയും. അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ മുന്നോട്ട് കൊണ്ടുപോകണം. മനസ്സിലാവുന്നുണ്ടോ? ഒരു കാര്യത്തിനെ അവർ എപ്പോഴും ഹൈലൈറ്റ് ചെയ്യും. ഇവിടെ പറയുന്ന സ്പെഷ്യൽ കാര്യം എന്താണ്? ടേക്കിംഗ് വൈറ്റ് ബോൾ. അത് മനസ്സിലാക്കാൻ പറ്റിയില്ല എല്ലാവർക്കും? അതാണ് എ. അപ്പോൾ എ ബി ദി ഈവൻ്റ് എന്താണ്? ഡ്രോയിങ് വൈറ്റ് ബോൾ. വൈറ്റ് ബോൾ എടുക്കുന്നതാണ് എ. അപ്പോൾ P of A given E1, അതിൻ്റെ മീനിങ് എന്താ? A given E1 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ബാഗിൽ നിന്ന് വൈറ്റ് എടുക്കാനുള്ള പ്രോബബിലിറ്റി എത്ര വരിക? 4/11 അല്ലേ? ടോട്ടൽ 11 അല്ലേ? അതിൽ വൈറ്റ് 4 എണ്ണം, 4/11. P of A given E2, അതിൻ്റെ മീനിങ് എന്താ? രണ്ടാമത്തെ ബാഗിൽ നിന്ന് വൈറ്റ് എടുക്കാനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ എത്ര വരിക? 3/8 അല്ലേ? ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് വൈറ്റ് എന്നാണ്. അത് വൈറ്റ് ആകാനുള്ള പ്രോബബിലിറ്റി, അതായത് P of A ആണ് ക്വസ്റ്റ്യൻ. മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? P of A ആണ്. ഇതിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക പ്ലസ് ഇതിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ, അത്രേ ഉള്ളൂ. ക്ലിയർ ആവുന്നുണ്ടോ? എന്താണ് ഫോർമുല? P of E1 ഇൻറ്റു P of A given E1 പ്ലസ് P of E2 ഇൻറ്റു P of A given E2. മനസ്സിലായോ? വളരെ സിമ്പിളാണ്. ഇതേ ഇൻറ്റു ഇതേ പ്ലസ് ഇതേ ഇൻറ്റു ഇത് മൾട്ടിപ്ലൈ ചെയ്യുക. 1/2 ഇൻറ്റു 4/11 പ്ലസ് 1/2 ഇൻറ്റു 3/8. എളുപ്പത്തിൽ വെട്ടിപ്പോകണമെന്നില്ല. 1/2 ഔട്ട് സൈഡ് എടുത്തു, അത് നല്ലത്. 1/2 ഇൻറ്റു, ഞാൻ കാൽക്കുലേഷനും കുറച്ച് പ്രശ്നം, കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ടേ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പവറൊക്കെ കുറഞ്ഞു കേട്ടോ. ഓക്കെ, എന്തായാലും ചെയ്യുക, കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. 1/2 ഇൻറ്റു എത്ര വരെ? 4 × 32 പ്ലസ് 33/88. 1/2 ഇൻറ്റു 32 33 65 അല്ലേ? 65/88 വെട്ടിപ്പോവില്ല. അപ്പോൾ 65/2 16 2 17 അല്ലേ? 176 അല്ലേ? അപ്പോൾ ഓപ്ഷൻ എത്രയായിരുന്നു? 65/176. കറക്റ്റ് അല്ലേ? ഓക്കെ, 160 2 16 176 ശരിയാ. അപ്പോൾ 65/176 ഓപ്ഷൻ നമ്പർ ഡി ആണ് കേട്ടോ. 4ാമത്തെ ഓപ്ഷനാണ് ശരി.
ഓക്കെ അല്ലേ? എളുപ്പമായിട്ട് തോന്നി തുടങ്ങിയില്ലേ? പ്രശ്നമില്ലല്ലോ. ബേസ് തിയറാണെങ്കിൽ തിരിച്ചു വയ്ക്കും. നമ്മൾ എടുത്ത ഇപ്പോൾ ഒരു വൈറ്റ് ബോൾ എടുത്തില്ലേ, എടുത്ത വൈറ്റ് ബോള് രണ്ടാമത്തേൽ നിന്ന് വരാനുള്ള പ്രോബബിലിറ്റി എന്ത്, അങ്ങനെ ചോദിക്കും. അല്ലെങ്കിൽ എടുത്ത വൈറ്റ് ബോള് ഒന്നാമത്തേന്ന് വരികയാണെങ്കിൽ ഇതിനെ തിരിച്ചിടുക. അപ്പോൾ P(E1) given A, കണ്ടോ, ഇതാണ് ബേസ് തിയറം. ഇതിനെ തിരിച്ചിടുന്ന ചിലപ്പോൾ P(E2) given A എന്ന് ചോദിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ എടുത്തതിനെ തല തിരിച്ചിടുന്നതാണ് എന്ത്, ബേസ് തിയറം കേട്ടോ. അപ്പോൾ നമുക്ക് ബേസ് തിയറം വരാൻ വേണ്ടിയിട്ട് ബേസ് തിയറത്തിൻ്റെ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഓക്കെ അല്ലേ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കാണുന്നില്ല എല്ലാവരും? ഇതിന് ആൻസർ കിട്ടി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു പോകട്ടോ, കുഴപ്പമൊന്നുമില്ലേ. നമുക്കങ്ങനെ ഇതൊന്നുമില്ല, ജാടയൊന്നുമില്ല. ഓക്കെ, മറ്റേ സ്കൂളിലൊക്കെ പറയാറുന്ന പോലെ ഒരു ക്വസ്റ്റ്യൻ ഡൗട്ട് ചോദിച്ചാൽ 100 ക്വസ്റ്റ്യൻ തിരിച്ചു ചോദിക്കും അല്ലേ? അങ്ങനെയൊന്നും വേണ്ട. ഡൗട്ടില്ലെങ്കിൽ എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ പിന്നീട് നോക്കിയിട്ട് പറഞ്ഞുതരാം, അത്രേ ഉള്ളൂ. അപ്പോൾ ആർക്കും ഡൗട്ടില്ലല്ലോ? സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ നിങ്ങൾ കാണുന്നുണ്ട് വിചാരിക്കുന്നു. എളുപ്പമല്ലേ? ഇതേപോലെ അൺ കണ്ടെയ്ൻസ്, അന്ന് ഉദ്ദേശിക്കുന്നത് ബോക്സ് അല്ലെങ്കിൽ പാത്രം എന്നാണ്. ഭരണി എന്നാണ് ഇതിന് മലയാളത്തിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടത്. ഒന്നാമത്തെ ഭരണിയിൽ എന്നാണ് ഇടാ. അപ്പോൾ ഒന്നാമത്തെ ഭരണിയിൽ 6 ചുവന്ന ബോളുകളും 4 കറുത്ത ബോളുകളുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ഭരണിയിൽ നമ്മൾ E1 എന്ന് വിളിച്ചു. അപ്പോൾ E1 എന്ന് പറഞ്ഞത് എത്രയാണ്? അതിൽ 6 റെഡ് ഉണ്ട്, 4 ബ്ലാക്ക് ഉണ്ട്. രണ്ടാമത്തെ ഭരണിയിൽ എത്രയുണ്ട്? 4 റെഡും 6 ബ്ലാക്കും ഉണ്ട്. മൂന്നാമത്തെ ഭരണിയിൽ എന്തുണ്ട്? 5 റെഡും 5 ബ്ലാക്കും ഉണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. One of the ball is drawn at random. If the ball is red, what is the probability that it is from first un? ഇത് റെഡ് ആണെന്ന് അവർ പറഞ്ഞു. റെഡ് വരെയുള്ള പ്രോബിലിറ്റി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടൊന്നുമില്ല. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് റെഡ് എന്നൊന്നും ചോദിച്ചിട്ടില്ല. ക്വസ്റ്റ്യൻ എന്താണ്? എടുത്ത റെഡ് ബോള് ഒന്നാമത്തേൽ നിന്ന് വരാനുള്ള പ്രോബിലിറ്റി എന്തെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് എന്താണ് ബേസ് തിയറാണെന്ന് മനസ്സിലായി. ക്ലിയർ ആവുന്നുണ്ടോ? എപ്പോഴാണ് ടോട്ടൽ പ്രോബിലിറ്റി ചോദിക്കുക? എടുത്ത ബോള് റെഡാകാനുള്ള പ്രോബിലിറ്റി എന്നായിരുന്നെങ്കിൽ ടോട്ടൽ പ്രോബിലിറ്റി P(A) കാണാനാണ് നമ്മൾ ടോട്ടൽ പ്രോബിലിറ്റി. എടുത്ത റെഡ് ബോള് ഒന്നാമത്തേതിൽ നിന്ന് വരാനുള്ള പ്രോബിലിറ്റി എന്ന് ചോദിക്കുന്നതാണ് ബേസ് തിയറം. അപ്പോൾ ഇത് ബേസ് തിയറമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? ഒന്ന് ചിന്തിച്ച് നോക്കുക. മനസ്സിലാക്കാൻ പറ്റുമോ? ഓക്കെ അല്ലേ? എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റിയെന്ന് തോന്നുന്നു അല്ലേ? ക്വസ്റ്റ്യൻ കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് E1, E2, E3 എന്ന് കൊടുക്കുക. P(E1) എന്താണ്? ഒന്നാമത്തെ 3 അണ്ണുണ്ട്. അപ്പോൾ ഒന്നാമത്തെ അണ്ണ് സെലക്ട് ചെയ്യാനുള്ളത് 1/3, P(E2) 1/3, P(E3) 1/3. ഓക്കെ, ഇനി എന്താണ്? ഒരു സ്പെഷ്യൽ കാര്യം അവിടെ നടക്കുന്നുണ്ട് അല്ലേ? ഇവിടെ കഴിഞ്ഞ പ്രോബ്ലം അതുപോലെ തന്നെ സ്പെഷ്യൽ കാര്യം തന്നെയാണ്. എന്താണ്? ചൂസിങ് എ റെഡ് ബോൾ. അപ്പോൾ A, B ഈവൻ്റ് ചൂസിങ് റെഡ് എടുക്കുന്നതിന് നമ്മൾ A എന്ന് കൊടുത്തു. ഞാൻ സ്റ്റെപ്പൊക്കെ കട്ട് ചെയ്യണേ. ഓക്കെ, അപ്പോൾ P(A) given E1, ഒന്നാമത്തേതിൽ നിന്ന് റെഡ് എടുക്കാനുള്ള പ്രോബിലിറ്റി 6/10. P(A) given E2 6/10. മനസ്സിലായില്ലേ? ഒന്നാമത്തെ 6 റെഡ് ഉണ്ട് അല്ലേ? രണ്ടാമത്തേൽ നിന്ന് റെഡ് എടുക്കാനുള്ള പ്രോബിലിറ്റി 4/10. P(A) given E3, മൂന്നാമത്തേൽ നിന്ന് റെഡ് എടുക്കാനുള്ള പ്രോബിലിറ്റി 5/10. ഇനി ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് റെഡ് എന്നായിരുന്നെങ്കിൽ ചുമ്മാ ഇതേണ്ടത് ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ ഇതിവിടെ അതല്ല ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ദ ബോൾ ഈസ് ഫ്രം ഫസ്റ്റ് അൺ? ആദ്യത്തെ അണ്ണിൽ നിന്ന് വരാനുള്ള പ്രോബിലിറ്റി ഇതിനെ തിരിച്ചിടുന്നതാണ്. അതാണ് ബേസ് തിയറം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എന്താണ് ബേസ് തിയറം പറയുന്നത്? ബേസ് തിയറം പറയുന്നത് ഈ P(A) given E1 നമ്മൾ തിരിച്ചെടുക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ബേസ് തിയറം. ഇപ്പം ഞാൻ മുകളിൽ എഴുതുന്നുണ്ട് P(E1) given A. ഇതാണ് ബേസ് തിയറം. പറഞ്ഞ മനസ്സിലായോ? എന്താണ് ബേസ് തിയറം എന്ന് പറയുന്നത്? P(A) given E1 തിരിച്ചെടുക്കുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ അണ്ണിൽ നിന്നാണ് വരാമ്പോൾ ചോദിച്ചെങ്കിലോ
A given E2 പകരം E2 given A എന്ന് ചോദിക്കണം. മൂന്നാമത്തെ അണ്ണാണെന്നെങ്കിലോ E3 given A. ക്ലിയർ ആയോ? മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ? ഗിവണ് ഒന്നാമത്തെ അണ്ണിൽ നിന്ന് റെഡ് എടുക്കാനുള്ള പ്രോബിലിറ്റി, അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? P(E1) ഇൻറ്റു P(A given E1). അത് ന്യൂമറേറ്ററിൽ. ഡിനോമിനേറ്ററിൽ എല്ലാവരും വരണം. എന്താണ്? P(E1) ഇൻറ്റു P(A given E1) പ്ലസ് P(E2) ഇൻറ്റു P(A given E2) പ്ലസ് P(E3) ഇൻറ്റു P(A given E3). ഡിനോമിനേറ്ററിൽ നമ്മളെല്ലാത്തിൻ്റെയും ഇതേ ഇൻറ്റു ഇതേ പ്ലസ് ഇതേ ഇൻറ്റു ഇതേ പ്ലസ് ഇതേ ഇൻറ്റു ഇത് കേട്ടോ. അപ്പോൾ 1/3 ഇൻറ്റു 6/10 ബൈ 1/3 ഇൻറ്റു 6/10 പ്ലസ് 1/3 ഇൻറ്റു 4/10 പ്ലസ് 1/3 ഇൻറ്റു 5/10. ഓക്കെ, ശ്രദ്ധിക്കുക. പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ കാൽക്കുലേറ്റർ ഇല്ല എന്ന് ഓർമ്മ ഉണ്ടാവണം. PSC എക്സാം ആണെന്നാണ് ഓർമ്മ ഉണ്ടാവണം. മാക്സിമം സ്റ്റെപ്പൊക്കെ കട്ട് ചെയ്ത് കളയല്ലേ. അപ്പോൾ ഇതിൽ നമുക്ക് മാത്സ് അറിയാത്തവർക്ക് വേണ്ടി പറയാം. 1/3 കോമൺ എടുക്കും അല്ലേ, 1/10 കോമൺ എടുക്കാം, പിന്നെ ബാക്കി 6 മാത്രമേ ഉള്ളൂ. ഡിനോമിനേറ്ററിൽ 1/3 1/10 കോമൺ എടുത്തു കഴിഞ്ഞാൽ 6 + 4 + 5 ഇടാം. ഇത്രയും കട്ട് ചെയ്ത് കളഞ്ഞു. ഇത് ഇവിടെ നിന്ന് തന്നെ കട്ട് ചെയ്യാവുന്നുള്ളൂ. മനസ്സിലായല്ലോ? എല്ലാത്തിനും കട്ട് ചെയ്തു, 10 എല്ലാത്തിനും കട്ട് ചെയ്തു. അപ്പോൾ ആൻസർ 6/15 2/5 അല്ലേ? 3 15 കേട്ടോ. 2/5 ആണ് ആൻസർ. ഓക്കെ അല്ലേ? മാക്സിമം സിംപ്ലിഫൈ ചെയ്യാം കേട്ടോ. നിങ്ങൾ തനിയെ വെട്ടി നോക്കിക്കോളണേ. ഓക്കെ, ക്ലിയർ ആയോ? 2 ക്വസ്റ്റ്യൻ ആയുള്ളൂ. അപ്പോഴേക്കും 50 മിനിറ്റ് ആയിട്ടോ. സമയം പോകുന്നപ്പോൾ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? പ്രശ്നമില്ലല്ലോ? ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സമയമില്ലാത്തതുകൊണ്ടാണ് സ്പീഡിൽ പോണേ. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ചോദിക്കേട്ടാ. നമ്മൾ 3ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. 3. ഓക്കെ, ഇത് നമ്മുടെ +1 ബുക്കിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. 3rd ക്വസ്റ്റ്യൻ. ഇതിൽ ഞാൻ 2ഉം ചോദിച്ചേ. അപ്പോൾ നമ്മൾ ആദ്യത്തെ പ്രോബ്ലത്തിൽ ടോട്ടൽ പ്രോബിലിറ്റി, 1ാമത്തെ ക്വസ്റ്റ്യനിലെ ടോട്ടൽ പ്രോബിലിറ്റി പഠിച്ചു ചോദിച്ചു. 2ാമത്തെ പ്രോബ്ലത്തിൽ ബേസ് തിയറം ചോദിച്ചു. 3ാമത്തെ ക്വസ്റ്റ്യനിൽ നിങ്ങൾ 2ഉം കിടന്നോട്ടെ. ഓക്കെ, 2ഉം മനസ്സിലാക്കണേ. ഒരു ക്ലാസ്സിലെ ആകെ 50 കുട്ടികളിൽ 30 പേർ ആൺകുട്ടികളും ബാക്കി പെൺകുട്ടികളുമാണ്. ശ്രദ്ധിച്ചോളണേ. ഒരു ക്ലാസ്സിലപ്പോൾ 30 ബോയ്സുണ്ട്, അപ്പോൾ 20 ഗേൾസും ഉണ്ട് അല്ലേ. 50 കുട്ടികളാണ് ടോട്ടൽ ഉള്ളത്. അതിൽ 30 ബോയ്സും 20 ഗേൾസും ആണ്. മനസ്സിലായി? അടുത്തത് ബാക്കി പെൺകുട്ടികൾ. ഇതിൽ 15 കുട്ടികൾ സംഗീത ക്ലബ്ബ് അംഗങ്ങളാണ്. 15 പേര് മ്യൂസിക് ക്ലാസ്സിൽ പോകുന്ന ആൾക്കാരാണ്. മ്യൂസിക് ക്ലാസ്സിൽ പോയി മ്യൂസിക് ക്ലബ്ബിലുള്ള ആൾക്കാരാണ്. മ്യൂസിക് ക്ലബ്ബിലുള്ള ആൾക്കാരാണ് 15 പേര്. അതിൽ 9 പേർ ആൺകുട്ടികളാണ്. വളരെ സിമ്പിൾ അല്ലേ? എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് പറയണ്ടേ. അതിൽ 9 ബോയ്സും ഉണ്ട്, ബാക്കി എത്രയാണ്? 6 ഗേൾസും വരും. ശരിയല്ലേ? ഓക്കെ അല്ലേ? അത്രയോ. ഇനി അതിൽ നിന്ന് അനിയതമായി തിരഞ്ഞെടുക്കുന്ന ഒരു കുട്ടി സംഗീത ക്ലബ്ബ് അംഗമാകാനുള്ള സാധ്യത എന്ത്? അപ്പോൾ അതിലൊരു കുട്ടി സംഗീത ക്ലബ്ബ് അംഗമാകാനുള്ള സാധ്യതയുണ്ട്. ആ കുട്ടി ആൺകുട്ടികളിൽ നിന്ന് വരാനുള്ള സാധ്യതയുണ്ട്. 2 ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമുക്കിവിടെ 2 ഗ്രൂപ്പ് ആക്കണത്. ഇതാണ് 2 ഗ്രൂപ്പ് കേട്ടോ. ബോയ്സിൻ്റെ ഒരു ഗ്രൂപ്പ് E1, ഗേൾസിൻ്റെ ഒരു ഗ്രൂപ്പ് E2. ഓക്കെ, സ്പെഷ്യലായിട്ട് നടക്കുന്ന എന്താണ്? മ്യൂസിക് ക്ലബിന് Aയും കൊടുത്തു. മനസ്സിലായോ? മ്യൂസിക് ക്ലബ്ബ് ആകുന്നത് എന്ത് ചെയ്തു? A എന്ന് കൊടുത്തു. ക്ലിയർ ആയോ? സെറ്റല്ലേ? ബോയ്സും ഗേൾസും ആണ് ഡിപ്പെൻഡ് ചെയ്തല്ലേ. 2 ഗ്രൂപ്പ് ബോയ്സും ഗേൾസും ആണ്. ബോയ്സിനെ എന്ത് കൊടുത്തു നമ്മൾ? E1 എന്നും ഗേൾസിനെ E2 എന്നും കൊടുത്തു. അതുപോലെ മ്യൂസിക് ക്ലബിലുള്ള ആൾക്കാരിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ലേ ക്വസ്റ്റ്യൻ പോകുന്നത്. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് സ്റ്റുഡൻറ്റ് ഈസ് ഇൻ മ്യൂസിക് ക്ലബ്ബ്? അതായത് ഒരു കുട്ടി സംഗീത ക്ലബ്ബ് അതിൽ അംഗമാകാനുള്ള പ്രോബിലിറ്റിയാണ് ചോദിച്ചേക്കണം. മനസ്സിലായോ? അപ്പോൾ അത് A എന്ന് കൊടുത്തു. അപ്പോൾ 2 ക്വസ്റ്റ്യൻ ഉണ്ട്. P(A) കാണണം. അപ്പോൾ ഒരു കുട്ടി സംഗീത ക്ലബ്ബിൽ അംഗമാകാനുള്ള പ്രോബിലിറ്റി കാണണം. അതുപോലെ ആ കുട്ടി ആൺകുട്ടികളിൽ നിന്ന് വരാനുള്ള പ്രോബിലിറ്റിയും കാണണം. അപ്പോൾ ഏതാണ്? E1 given Aയും കാണണം കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ? ഒന്ന് എഴുതി നോക്കാം. അപ്പോൾ നമുക്ക് E1 be the event taking boys. ഓക്കെ, അപ്പോൾ P(E1) എത്രയാണ്? കഴിഞ്ഞ പ്രോബ്ലം പോലെയല്ല 1/2 അങ്ങനെയല്ല പറയണ്ടേ.
ബോയ്സ് വരാനുള്ള പ്രോബിലിറ്റി 30/50. സെറ്റല്ലേ? 0 വെട്ടിക്കളഞ്ഞാൽ 3/5 എന്ന് എഴുതാം. P(E2) അതെന്താണ്? ഗേൾസ് വരാനുള്ള പ്രോബിലിറ്റി 20/50. അപ്പോൾ 2/5. സിമ്പിൾ സാധനമല്ലേ? ഇനി എ ബി ദി ഈവൻറ്റ് എന്താണ്? സ്റ്റുഡൻറ്റ് ഈസ് ഇൻ മ്യൂസിക് ക്ലബ്. മ്യൂസിക് ക്ലബിലുള്ള ആൾക്കാരനെ നമ്മൾ എ എന്ന് കൊടുത്തു. അപ്പോൾ P(A) E1 അത് മനസ്സിലാക്കണം. വളരെ സിമ്പിളാണ്. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമ്മുടെ +1 ടെക്സ്റ്റ് ബുക്കിൽ ആദ്യത്തെ എക്സാമ്പിളാണേ. +1 നമ്മുടെ ഈ കൊമേഴ്സിൻ്റെ സ്റ്റാറ്റി ബുക്കിൽ കേട്ടോ ആദ്യത്തെ എക്സാമ്പിളാണ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. A E1 എന്താണ്? അതായത് ബോയ്സിൽ നിന്ന് മ്യൂസിക് ക്ലബിൽ ചേർന്ന ആൾക്കാരുടെ ആവാനുള്ള പ്രോബിലിറ്റി എത്ര വരിക? എത്ര വരിക? ഈ സംഗീത ക്ലബിൽ ആരെങ്കിലും ഒരാളെ സെലക്ട് ചെയ്യാനല്ല ക്വസ്റ്റ്യൻ. ടോട്ടലായിട്ടുള്ള 50 പേരിൽ നിന്നാണ് നമ്മൾ ഒരാളിനെ സെലക്ട് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഈ 50 പേരിൽ നിന്ന് ഒരാളിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ അതിലുള്ളവർ സംഗീത ക്ലബിൽ കയറിയവർ എത്രയാണ്? 15 പേരുണ്ട്. മനസ്സിലായോ? അതിൽ 9 പേര് ബോയ്സ് എന്ന് പറഞ്ഞേക്കണേ. അപ്പോൾ ഈ ബോയ്സ് ഈ 9 പേര് എവിടുന്നാ വരിക? ഈ 50-ൽ നിന്നാണോ 15-ൽ നിന്നാണോ അതോ 30-ൽ നിന്നാണോ? നമ്മൾ എടുക്കുന്നത് 9 പേരല്ലേ? ആ 9 പേര് 30 ബോയ്സിൻ്റെ ഉള്ളിലത്തെ ആരെങ്കിലും ഒരാളായിരിക്കില്ലേ? അല്ലേ? ക്വസ്റ്റ്യൻ P(A) E1 അല്ലേ? E1 എന്ന് പറഞ്ഞാൽ ബോയ്സിൻ്റെ ഗ്യാങ് അല്ലേ? മനസ്സിലായോ? E1 എന്ന് പറയുന്നത് എന്താണ്? ബോയ്സിൻ്റെ ഗ്യാങ് അല്ലേ? ബോയ്സിൻ്റെ ഗ്രൂപ്പാണ് E1. മനസ്സിലായോ? അപ്പോൾ ബോയ്സിൻ്റെ ഗ്രൂപ്പിൽ നിന്ന് ബോയ്സ് മ്യൂസിക്കിൽ കയറിയ ബോയ്സിൻ്റെ എണ്ണം വരാനെന്ന് ചോദിച്ചാൽ മ്യൂസിക്കിൽ കയറിയ 9 പേര് ബോയ്സിൻ്റെ ഗ്രൂപ്പ് 30. അതാണ് എടുക്കേണ്ടത് കേട്ടോ. മനസ്സിലായോ ടീച്ചറെ? എല്ലാവർക്കും മനസ്സിലായോ? P(A) E1 ആണ്. E1 നമ്മൾ നോട്ട് ചെയ്ത് വെച്ച് 50 പേരല്ല. E1 നോട്ട് ചെയ്ത് വെച്ചതാണ് ബോയ്സിൻ്റെ ഗ്രൂപ്പാണ് അല്ലേ? അപ്പോൾ ബോയ്സിൻ്റെ ഗ്രൂപ്പിന് 30 അല്ല 9/30 വന്നു. ഓക്കെ ആണോ? P(A) E2 എന്ന് പറഞ്ഞാലോ ഗേൾസിൻ്റെ ഗ്രൂപ്പിൽ നിന്ന് എന്ത് ചെയ്യുന്നു? മ്യൂസിക് ക്ലബിൽ ചേരാനുള്ള ആൾക്കാർ എത്ര പേരാണ്? 6 പേര് അല്ലേ? അപ്പോൾ 6/20. ക്ലിയർ ആയോ? പറഞ്ഞ മനസ്സിലായോ? ഓക്കെ ആണോ? അതായത് നമ്മൾ ഇത് വേണമെങ്കിൽ ഒന്ന് സ്റ്റെപ്പ് എഴുതി ചെയ്യാം. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ മാറി. അപ്പോൾ ശ്രദ്ധിക്കുക. സ്റ്റെപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് പറയുകയാണേ. E1 be the event ഫ്രം ബോയ്സ് അല്ല സ്റ്റുഡൻറ്റ് ഈസ് ഇൻ ബോയ്സ് വരുന്നത് E1. E2 എന്ന് പറയുന്നത് ഗേൾസ് വരുന്നത് E2. അപ്പോൾ ബോയ്സ് വരാനുള്ള ചാൻസ് 30/50. അതൊക്കെ അല്ലേ? ഗേൾസ് വരാനുള്ള ചാൻസ് 20/50. ഇത് രണ്ടും ഡൗട്ടില്ല എല്ലാവർക്കും? ഇത് ഓക്കെ അല്ലേ? P(E1) കിട്ടിയതും P(E2) കിട്ടിയതും ഓക്കെ അല്ലേ? ഇനി എ എഴുതാണ്. A be the event the student is in സ്റ്റുഡൻ്റ് എന്താണ്? സംഗീത ക്ലബ്ബ് അല്ലേ? മ്യൂസിക് ക്ലബിലുള്ള ആൾക്കാർ മ്യൂസിക് ക്ലബിൽ സെലക്ട് ചെയ്ത സ്റ്റുഡൻറ്റ് ഇൻ മ്യൂസിക് ക്ലബ്ബ്. മ്യൂസിക് ക്ലബിൽ സെലക്ട് ചെയ്യാനുള്ളതിനെ എ എന്ന് വിളിച്ചു. ഓക്കെ? മ്യൂസിക് ക്ലബിൽ സെലക്ട് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ എന്ത് വിളിച്ചു? എ എന്ന് വിളിച്ചു. അപ്പോൾ ശ്രദ്ധിച്ചോളൂ. E1 എന്ന് പറയുന്നത് ബോയ്സിൻ്റെ ഗ്രൂപ്പ്, അതായത് 30 ബോയ്സ്. E2 എന്ന് പറയുന്നത് ഗേൾസിൻ്റെ ഗ്രൂപ്പ്, 20 ഗേൾസ്. എ എന്ന് പറയുന്നത് മ്യൂസിക് ക്ലബിലുള്ള ആൾക്കാർ. ശരിയല്ലേ? അപ്പോൾ മ്യൂസിക് ക്ലബിലുള്ള ആൾക്കാർ P(A) E1 വരാനുള്ള ചാൻസ് എന്താ? അതായത് ഞാൻ ജസ്റ്റ് ഫോർമുല എന്ന് പറയണേ. നമ്പർ ഓഫ് ബോയ്സ് ഇൻ മ്യൂസിക് ക്ലബ്ബ് ബൈ E1 അല്ലേ? E1-ലുള്ള ബോയ്സ്. ഓക്കെ ആണോ? അല്ലെങ്കിൽ ഇത് ഡെഫിനിഷൻ നോക്കുക. P(A) E1 ബൈ P(E1). മനസ്സിലാവുന്നുണ്ടോ? A intersection E1 എത്രയാണ്? എയിലും
ബിയിലും E1 ഇൻ്റർസെക്ഷനിലുള്ളത് 9 പേര് അല്ലേ. അപ്പോൾ 9/50 ബൈ P(E1) എത്രയാണ് നമ്മൾ എഴുതിയത് 30/50. അപ്പോൾ 50 വെട്ടി പോകുമ്പോൾ എന്ത് വരും 9/30 എന്ന് കിട്ടും. ക്ലിയർ ആയോ? ഇത് ഇങ്ങനെ പറഞ്ഞ കൺഫ്യൂഷൻ ആയോ? ഇങ്ങനെ പറഞ്ഞ് കുറച്ചുകൂടി കൺഫ്യൂഷൻ ആയി തോന്നുന്നു. അത് വേണ്ട, സിമ്പിളായിട്ട് നോക്കാം. E1 എന്ന് പറഞ്ഞാൽ ബോയ്സ് മ്യൂസിക് ക്ലബിൽ ചേർന്ന ബോയ്സിൻ്റെ പ്രോബബിലിറ്റിയാണ്. ഗിവൺ E1 അതായത് ബോയ്സിൻ്റെ ഗ്രൂപ്പിൽ നിന്ന് വരണം. ഇപ്പം ബോയ്സിൻ്റെ ഗ്രൂപ്പിൽ എത്ര പേരുണ്ട്? 30 പേരല്ലേ? ഓക്കെ അല്ലേ? ബോയ്സിൻ്റെ ഗ്രൂപ്പിൽ എത്ര പേരുണ്ട്? 30 പേര്. അപ്പോൾ 9/30. ക്ലിയർ ആയില്ല? ഇത്രയും നോക്കുക. ടോട്ടൽ എത്ര ബോയ്സ് ഉണ്ട്? 30 ബോയ്സ്. ഓക്കെ അല്ലേ? ടോട്ടൽ 30 ബോയ്സ് നമ്മുടെ കയ്യിലുണ്ട്. അതിൽ നിന്ന് മ്യൂസിക് ക്ലബിൽ ചേർന്ന എത്ര പേരുണ്ട്? 9 പേരല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ അതിൻ്റെ പ്രോബിലിറ്റി എത്രയാണ്? 9/30. അത്രയേ ഉള്ളൂ. ക്ലിയർ ആണോ? കാരണം ബോയ്സിനെ മാത്രം ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണ്. ഗിവൺ E1 എന്ന് പറഞ്ഞാൽ ബോയ്സ് മാത്രമാണ്, ടോട്ടൽ സ്റ്റുഡൻ്റ് അല്ല. ബോയ്സ് മാത്രം വരാനുള്ള പ്രോബിലിറ്റി എത്രയാണ്? 9/30. അതായത് 30 പേരിൽ ആര് വേണമെങ്കിലും വരാം. 30 പേരിൽ ആര് വേണമെങ്കിലും വരാം. ഓക്കെ. P(A) ഗിവൺ E2 എന്ന് പറഞ്ഞാലോ, ഗിവൺ E2 എന്ന് പറഞ്ഞാലോ ഗേൾസ് വരാനുള്ള പ്രോബിലിറ്റി മ്യൂസിക് ക്ലബിൽ മനസ്സിലായി. എ എന്ന് പറഞ്ഞാൽ മ്യൂസിക് ക്ലബിലുള്ള മെമ്പറാണ്. ഗിവൺ E2 ഗേൾസിൻ്റെ ഗ്രൂപ്പിൽ നിന്ന് മ്യൂസിക് ക്ലബിലേക്ക് എത്ര പേര് വരും? 6 പേര് വരും. ടോട്ടൽ എത്ര ഗേൾസാണുള്ളത്? 20 പേര്. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ നോക്കുക, P(A) ഗിവൺ E1 എന്ന് പറഞ്ഞാൽ 9 ബോയ്സിൽ നിന്ന് 30 ബോയ്സിൽ നിന്ന് 9 വരാൻ ചാൻസ് ഉണ്ട്. P(A) ഗിവൺ E2 എന്ന് പറഞ്ഞാലോ 20 ഗേൾസിൽ നിന്ന് 6 പേരാണ് മ്യൂസിക് ക്ലബിലേക്ക് വരുന്നത്. ഒരു മിനിറ്റ്. ക്ലിയർ ആയോ അത്? ഓക്കെ അല്ലേ? അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ്, എന്താണ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞാൽ അതിൽ നമ്മൾ 50 സ്റ്റുഡൻസിൽ നിന്ന് ഒരു കുട്ടീനെ തിരഞ്ഞെടുത്തു. ആ കുട്ടി സംഗീത ക്ലബ്ബ് അംഗമാകാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇതിൽ എൻ്റെ അഭിപ്രായത്തിൽ ബേസ് തിയറത്തിന് എടുക്കേണ്ട ആവശ്യം പോലും ഇല്ല. തോന്നുന്നു 15/50 ആവാനാണ് ചാൻസ്. നോക്കി വെക്കാം. P(A) കാണാൻ എന്താ ഇതേൻ്റെ ഇത് പ്ലസ് ഇതേൻ്റെ ഇത് അല്ലേ. P(E1) ഇൻറ്റു P(A) ഗിവൺ E1 പ്ലസ് P(E2) ഇൻറ്റു P(A) ഗിവൺ E2 3/5 ഇൻറ്റു 9/30 പ്ലസ് 2/5 ഇൻറ്റു 6/20. ഇത് 30 ഇത് വെട്ടി. അപ്പോൾ ആൻസർ 9/50 പ്ലസ് ഇവിടെ 2ഉം ഇതും വെട്ടി ഇവിടെ 10 6/50 ഈക്വൽ ടു 15/50. ശരിക്കും പറഞ്ഞ ഈ ക്വസ്റ്റ്യനെ അവർ ചോദിച്ചാൽ ഞാൻ ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യനായി ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ക്വസ്റ്റ്യൻ ഞാനായിട്ട് ഉണ്ടാക്കിയത് തോന്നുന്നു. ഓക്കെ. ശരിക്കും പറഞ്ഞാൽ നോക്കി വെക്കുക, 50 സ്റ്റുഡൻസിൽ 15 പേരല്ലേ എന്ന് പറയും സംഗീത ക്ലബിലുള്ളത്. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റിനെ നമ്മൾ സെലക്ട് ചെയ്താൽ അയാൾ സംഗീത ക്ലബിലാവാനുള്ള പ്രോബിലിറ്റി തന്നെ എത്രയാണ് വരിക? 15/50 അല്ലേ? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? മനസ്സിലായോ? അത് നമ്മൾ ഈ ടോട്ടൽ പ്രോബിലിറ്റി വെച്ചിട്ട് കണ്ടുപിടിച്ചു കേട്ടോ. പറഞ്ഞാൽ മനസ്സിലായോ? ഈ കണ്ടീഷനൊക്കെ രണ്ടാമത്തെ ക്വസ്റ്റിന് വേണ്ടിയിട്ടാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഞാൻ ചുമ്മാ രണ്ടും കൂടിയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി തന്നതുകൊണ്ട് അങ്ങനെ പാളിപ്പോയതാണ്. ഓക്കെ. അതായത് നിങ്ങൾ സിമ്പിൾ ലോജിക്ക്, 50 കുട്ടികളുണ്ട്, അതിൽ 15 പേര് സംഗീത ക്ലബിലുണ്ട്. അപ്പോൾ സംഗീത ക്ലബിലുള്ള ഒരു കുട്ടി വരാനുള്ള ചാൻസ് എത്രയാണ്? 15/50. വളരെ സിമ്പിളാണ്. ഈ പറയുന്ന കണ്ടീഷൻസ് ഒന്നും ആവശ്യമില്ല. ക്ലിയർ? മനസ്സിലായോ? ബാക്കിയുള്ള കണ്ടീഷൻസ് ഒന്നും ഇല്ലയെന്ന് ചെക്ക് 50 കുട്ടികൾ, അതിൽ സംഗീത ക്ലബിൽ വരാനുള്ള കുട്ടികൾ 15 എണ്ണം. അപ്പോൾ ഒരു കുട്ടീനെ സെലക്ട് ചെയ്തു. സംഗീത ക്ലബിൽ വരാനുള്ള കുട്ടികളുടെ പ്രോബിലിറ്റി കാണാൻ പറഞ്ഞ എത്രയാണ്? 15/50. അത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ. അത് ഞാൻ ഉണ്ടാക്കിയപ്പോൾ അങ്ങനെ ഈ പോയതാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യനാണ് നമുക്ക് വേണ്ടത്. ആ കുട്ടി ആൺകുട്ടികളിൽ നിന്ന് വരാനുള്ള പ്രോബബിലിറ്റി എന്ത്? നമ്മളെടുത്ത കുട്ടി ആൺകുട്ടികളിൽ നിന്ന് വരാനുള്ള പ്രോബബിലിറ്റി എന്ത്? അപ്പോൾ എന്ത് വരാം?
ഇതിനെ തിരിച്ചിടുന്നത് അല്ലേ? തിരിച്ചിട്ട് 30/9 എന്നല്ല ഇടുന്നത്. എന്താണ്? പി ഓഫ് E1 ഗിവൺ എ. മനസ്സിലായോ? പി ഓഫ് E1 ഗിവൺ എ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അതാണ് ബേസ് തിയറം. അപ്പോൾ ഈ പ്രോബ്ലം ബേസ് തിയറത്തിൻ്റെ പ്രോബ്ലം ആയിരുന്നു കേട്ടോ. ക്ലിയർ ആയോ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഐഡിയ മനസ്സിലായില്ലേ? ഞാൻ രണ്ടും കൂടി കൺഫ്യൂഷൻ ആയില്ലല്ലോ. ഓക്കെ അല്ലേ ടീച്ചറെ? പി ഓഫ് E1 ഗിവൺ എ എന്താണ് ഫോർമുല? ന്യൂമറേറ്റർ മാത്രം എഴുതാം. പി ഓഫ് E1 ഇൻറ്റു പി ഓഫ് എ ഗിവൺ E1 ബൈ താഴെ ടോട്ടൽ പ്രോബിലിറ്റി. അപ്പോൾ ഒറ്റയ്ക്ക് ഞാൻ പി ഓഫ് എന്ന് കൊടുത്തു കേട്ടോ. കുഴപ്പമില്ലല്ലോ, നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചതുകൊണ്ടാണ്. ഡിനോമിനേറ്ററിൽ ഇത്രയും സ്റ്റെപ്പാണ് വേണ്ടത്. മനസ്സിലായോ? അത് ഞാൻ എഴുതുന്നില്ല, ഒറ്റയ്ക്ക് പി ഓഫ് എന്ന് എഴുതിയിട്ടാ. അപ്പോൾ പി ഓഫ് E1 എത്രയാണ്? 3/5 ഇൻറ്റു എ ഗിവൺ A1 9/30 ഡിവൈഡഡ് ബൈ 15/50. അത് മൾട്ടിപ്ലൈ ചെയ്യാം. 3 30 വെട്ടി 10 അല്ലേ? അപ്പോൾ 9/50 ഇൻറ്റു 50/15. ഇതൊന്ന് വെട്ടി 9 15 വെട്ടുമ്പോൾ 3/5 അല്ലേ? ഓക്കെ, 3/5 ആണ് ആൻസർ കേട്ടോ. ബേസ് തിയറത്തിൻ്റെ ഫോർമുലയിൽ കൊടുത്തതാണ്. ഓക്കെ, ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മനസ്സിലാക്കണേ, വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് സ്പീഡിൽ കൂട്ടുകയാണേ. ഇനി പെട്ടെന്ന് നമുക്ക് ചെയ്ത് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അതിൽ നാലാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ? സ്ക്രീനിൽ ക്വസ്റ്റ്യൻ കാണുന്നുണ്ടല്ലോ അല്ലേ? ക്വസ്റ്റ്യൻ എഴുതുക. എന്താണ്? ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഡ്രോയിങ് എ 1 rupee കോയിൻ ഫ്രം എ പേഴ്സ് വിത്ത് 2 compartments. നമ്മുടെ എല്ലാവരും പേഴ്സ് ഉണ്ടാവും അല്ലേ? കയ്യിൽ പേഴ്സിൽ പല കമ്പാർട്ട്മെൻറ്റുകൾ, ഒരുപാട് അറകളുണ്ടാവും അല്ലേ? അതിൽ ഒരു അറയിൽ നിന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു അറയിൽ എന്തുള്ളത്? 350 പൈസ കോയിനുണ്ട്, 3 50 പൈസയുടെ കോയിനുണ്ട്, 2 1 rupeeയുടെ കോയിനുണ്ട്, 50 പൈസ ഇടാ, 1 rupees കോയിനുണ്ട്. അടുത്ത കമ്പാർട്ട്മെൻറ്റിൽ എന്തുണ്ട്? 2 50 പൈസയുടെ കോയിനുണ്ട്, 3 1 rupee കോയിനുണ്ട്, 1 rupee. ഓക്കെ, അതിൽ നിന്ന് 1 രൂപയുടെ കോയിൻ എടുക്കാനുള്ള പ്രോബബിലിറ്റി എന്തെന്നാണ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് എന്താണ്? ഡ്രോയിങ് എ 1 rupee കോയിൻ ഫ്രം വൺ ഓഫ് ദി ഇതിലേതെങ്കിലും ഒന്നിൽ നിന്ന് നമ്മളൊരു കോയിൻ എടുക്കുന്നു. അത് കോയിൻ എടുക്കാനുള്ള പ്രോബബിലിറ്റി എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. എല്ലാവരും ക്വസ്റ്റ്യൻ വായിച്ചോ? മനസ്സിലായില്ലേ? വായിക്കണോ? ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ഡ്രോയിങ് 1 rupee കോയിൻ ഫ്രം എ പേഴ്സ് വിത്ത് 2 compartments, one of which contains 350 paise and 1 rupee coin, and another contain 250 paise coin and 3 1 rupee coin. അപ്പോൾ നോക്കാം, ഇതിനെ E1 എന്നും ഇതിനെ E2 എന്ന് വിളിച്ചു. നമുക്ക് രണ്ട് കമ്പാർട്ട്മെൻറ്റുകളുണ്ട് അല്ലേ? 2 പോക്കറ്റ്, 2 അറകളുണ്ട്. ഒന്നാമത്തെ അറ വരാൻ എത്ര ചാൻസ്? 1/2. രണ്ടാമത്തെ അറയിൽ നിന്ന് എടുക്കാനുള്ള ചാൻസ് അത് 1/2 കേട്ടോ. 3 അറകളുണ്ടെങ്കിൽ 1/3 എന്ന് പറയും. എ ബി ദി ഈവൻറ്റ് ടേക്കിംഗ് 1 rupee കോയിൻ. 1 രൂപയുടെ കോയിൻ എടുക്കുന്നതിന് നമ്മൾ എന്ത് വിളിച്ചു? എ എന്ന് വിളിച്ചു. അപ്പോൾ പി ഓഫ് എ ഗിവൺ E1 എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യത്തെ കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് 1 രൂപയുടെ കോയിൻ എടുക്കാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? 2/5. ശരിയല്ലേ? ഇത് രണ്ടും കൂടി കൂടുമ്പോൾ ടോട്ടൽ 5 അല്ലേ? 5 കോയിനല്ലേ ഉള്ളത്? അതിൽ 2 1 rupee ആണ്. പി ഓഫ് എ ഗിവൺ E2, രണ്ടാമത്തെ കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് 1 rupee കോയിൻ എടുക്കാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? 3/5. ഓക്കെ അല്ലേ? ദെൻ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ്, ഇത് ബേസ് തിയറി ഒന്നല്ല, എന്താ പറഞ്ഞേക്കുന്നത് മനസ്സിലായല്ലോ അല്ലേ? എന്താ പറഞ്ഞേക്കുന്നത്? 1 രൂപയുടെ കോയിൻ എടുക്കാനുള്ള പ്രോബബിലിറ്റി ചോദിച്ചിട്ടുള്ളൂ, അത് എവിടെ നിന്ന് എടുക്കുന്നു ചോദിച്ചിട്ടില്ല കേട്ടോ. മനസ്സിലായല്ലോ? അപ്പോൾ അത് ബേസ് തിയറി ആണോ? അല്ല, ടോട്ടൽ പ്രോബബിലിറ്റി അല്ലേ? പി ഓഫ് എ ഈക്വൽ ടു ഇതേ ഇൻറ്റു ഇതേ പ്ലസ് ഇതേ ഇൻറ്റു ഇതേടാ, 1/2 ഇൻറ്റു 2/5 പ്ലസ് 1/2 ഇൻറ്റു 3/5. അപ്പോൾ 2/10 പ്ലസ് 3/10, അപ്പോൾ 5/10 ഈക്വൽ ടു 1/2. അപ്പോൾ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ സി ആണ് കേട്ടോ. മൂന്നാമത്തെ ഓപ്ഷനാണ് ശരി.
എഴുതി കഴിഞ്ഞോ? ഓക്കെ അല്ലേ? ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണേ, ജസ്റ്റ് ഒന്ന് ചെയ്യാൻ പറ്റുമെന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ ഇത് +2 ബോർഡ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഒരാൾ 4 പ്രാവശ്യത്തിൽ 3 പ്രാവശ്യം മാത്രമാണ് സത്യം പറയുന്നത്. ഇത് കുറച്ച് കൺഫ്യൂഷനുള്ള ഇങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് ടെസ്റ്റിലുണ്ട് കേട്ടോ. ഇങ്ങനത്തെ ബോക്സുകളൊക്കെ വരുന്നത് വളരെ എളുപ്പമാണേ, പക്ഷേ ഇതേപോലത്തെ ക്വസ്റ്റ്യനൊക്കെയാണ് നമ്മുടെ കിളി പോകുന്നത് കേട്ടോ. മനസ്സിലായോ? ഈ ബോക്സ് വരയ്ക്കുന്ന പ്രോബ്ലമൊക്കെ നമുക്ക് പെട്ടെന്ന് 3 ബോൾ ഉണ്ടാവും, 3 ബോക്സ് ഉണ്ടായിരുന്നു, അതിൽ ഒരാൾ എടുക്കുക, അതൊക്കെ എളുപ്പമാണ്. ക്വസ്റ്റ്യൻ അങ്ങനെയല്ല, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരും. എന്താ പറയുന്നത്? ഒരാൾ 4 പ്രാവശ്യത്തിൽ 3 പ്രാവശ്യം മാത്രമാണ് സത്യം പറയുന്നത്. അതായത് ഒരാൾ സത്യം പറയാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് 3/4 ആണ്. അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ദെൻ അയാൾ ഒരു സമചതുര കട്ട എറിയുന്നു, അതായത് ഡൈസ് ടോസ് ചെയ്യുന്നു, ഡൈസ് എടുത്ത് എറിയുന്നു. ഓക്കെ, 6 എന്ന മുഖം ലഭിക്കുന്നു എന്ന് പറയുന്നു. അയാൾ എന്ത് പറയുന്നു? 6 കിട്ടി, 6 കിട്ടി എന്ന് പറയുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ 6 കിട്ടാനുള്ള സാധ്യത എന്താണ്? ഇത് നമുക്ക് സ്വപ്നത്തിൽ പോലും നമ്മൾ ഇത് ബേസ് തിയറമായിട്ട് കണക്ട് ചെയ്യാൻ തോന്നുന്നില്ല. അതാണ് പ്രശ്നം. അപ്പോൾ ഇതേപോലെ കുറേ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്താലേ ബേസ് തിയറത്തിലേക്ക് കണക്ട് ചെയ്ത് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുകയുള്ളൂ കേട്ടോ. നമ്മൾ കുറേ നേരം ആലോചിക്കും, എന്നിട്ട് സ്കിപ്പ് ചെയ്യും. അതാണ് ഉണ്ടാവുക. ക്ലിയർ ആയോ? ഇത് നമുക്ക് തോന്നുന്നുണ്ട് അത് ബേസ് തിയറത്തിക്ക് ഉള്ള പ്രോബ്ലം ആണെന്ന്. നമുക്ക് പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് വായിക്കുക. അതായത് എ മാൻ സ്പീക്ക് ട്രൂത്ത് 3 out of 4 times. ഒരു മനുഷ്യൻ 3/4 തവണ ആണ് എന്ത് ചെയ്യുന്നത്? സത്യം പറയുന്നത്. അയാൾ ഒരു ഡൈ എടുത്തെറിഞ്ഞു. എന്നിട്ട് എന്ത് കിട്ടി? 6 കിട്ടിയെന്ന് നമ്മളോട് പറഞ്ഞു. മനസ്സിലായി? നമ്മളോട് പറഞ്ഞു, അയാൾ പറയുന്നതാണ് 6 കിട്ടിയത്. അയാൾ പറഞ്ഞ നോണയാവാനും ചാൻസ് ഉണ്ട്, അയാൾ പറയുന്നത് സത്യമാകാനും ചാൻസ് ഉണ്ട്. ശരിയല്ലേ? അപ്പം നമ്മൾ അയാൾ പറയുന്ന കാര്യം സത്യമാകാനുള്ള ചാൻസ് ആണെന്ന് വിചാരിച്ചു. അതിനെ നമ്മൾ ആക്ച്വലി 6 ആണെന്ന് വിചാരിച്ചു. അപ്പോൾ 2 ഈവൻ്റായിട്ട് മാറ്റുകയാണ്, 2 ഗ്രൂപ്പാക്കി മാറ്റുകയാണ്. ലെറ്റ് E1 ബി ദി ഈവൻറ്റ്, ഇറ്റ് ഈസ് ആക്ച്വലി 6. അത് 6 വരാനുള്ള പ്രോബബിലിറ്റിനെ നമ്മൾ E1 എന്ന് വിളിച്ചു. E2 എന്ന് പറഞ്ഞത് നോട്ട് 6 വരാതിരിക്കാനുള്ള പ്രോബബിലിറ്റിനെ E2 എന്നും വിളിച്ചു. അപ്പോൾ നോക്കിക്കോളണേ, E1 എന്ന് പറയുന്നത് 6 വരുന്ന പ്രോബബിലിറ്റി എന്ന് വിളിച്ചു. അപ്പോൾ P(E1) എത്രയാണ്? 6 വരാനുള്ള ചാൻസ് എത്രയാണ്? ഒരു ഡൈസ് എറിഞ്ഞാൽ 1/6 അല്ലേ? P(E2) 6 വരാതിരിക്കാനുള്ള ചാൻസ് 5/6. ശരിയല്ലേ? ബാക്കിയുള്ള 5 ആൾക്കാരാണ്. അപ്പോൾ ക്ലിയർ ആയോ? അപ്പോൾ നമ്മൾ 2 പേര് വിളിച്ചു. E1 എന്ന് പറയുന്നത് 6 വരുന്നത്, E2 എന്ന് പറഞ്ഞാൽ 6 വരാത്തത്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ അയാൾ പറയുന്നതാണ് ക്വസ്റ്റ്യൻ. അയാൾ പറയുകയാണ് ഇത് 6 ആണെന്ന്. മനസ്സിലായോ? അയാൾ ഇത് 6 ആണെന്ന് പറയുന്ന കാര്യമുണ്ടല്ലോ, അതാണ് ക്വസ്റ്റ്യൻ. അയാൾ പറഞ്ഞ കാര്യം ശരിയാണ് തെറ്റാണെന്നാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, അയാൾ പറയുന്ന കാര്യം 6 ആണെന്ന് അയാൾ പറയുന്നു അല്ലേ? ആ കാര്യത്തിനെ A ആയിട്ട് എടുത്തു. അപ്പോൾ A ബി ദി ഈവൻറ്റ്, ദ മാൻ എന്താണ്? ടെൽസ് ദാറ്റ് ഇറ്റ് ഈസ് 6 എന്ന് അയാൾ പറയുന്ന കാര്യത്തിനെ നമ്മൾ എന്ത് വിളിച്ചു? A എന്ന് വിളിച്ചു. ഇനിയാണ് ട്രെയിനിങ് പോയിന്റ്. വാട്ട് ഈസ് P(A) given E1? ഇത് രണ്ടും കൂടി കൂട്ടി വായിക്കണേ. A given E1, അയാൾ 6 ആണെന്ന് പറയുന്നു, ആക്ച്വലി അത് 6 ആണ്. അതിൻ്റെ അർത്ഥം എന്താ? അയാൾ സത്യം പറഞ്ഞു എന്നല്ലേ? മനസ്സിലാക്കണേ, വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. ഇതിന് സെൻറ്റൻസിൽ എഴുതാം, പ്രോബബിലിറ്റി ദാറ്റ് ഹീ സേസ് ഇറ്റ് ഈസ് 6. അയാൾ 6 ആണെന്ന് പറഞ്ഞു, ഗിവൺ ദാറ്റ് ഇറ്റ് ഈസ് ആക്ച്വലി, ഗിവണിലെ E1 അല്ലേ? ആക്ച്വലി 6. ഗിവണിലുള്ളത് ഇറ്റ് ഈസ് ആക്ച്വലി 6 ആണ്. അതാണ് A given E1. അതിൻ്റെ അർത്ഥം പ്രോബബിലിറ്റി ദാറ്റ്, മനസ്സിലാക്കണേ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അയാൾ പറയുന്നു ഇത് 6 ആണെന്ന്, അത് A. ഗിവൺ ദാറ്റ് ഇറ്റ് ഈസ് 6. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താ അവിടെ ഉണ്ടാവണത്? അയാൾ പറഞ്ഞത് ശരിയല്ലേ?
അയാൾ പറഞ്ഞ കാര്യം ശരിയല്ലേ? അതായത് പി ഓഫ് ദ മാൻ സ്പീക്ക് ട്രൂത്ത്, അയാൾ സത്യം പറഞ്ഞു എന്നാണ് മീനിങ് കേട്ടോ. സത്യം പറയാനുള്ള പ്രോബിലിറ്റി എടുത്ത് തന്നിട്ടുണ്ട് 3/4. അപ്പോൾ കണ്ടീഷണൽ പ്രോബിലിറ്റിയാണ് തന്നിരിക്കുന്നത്. ഓക്കെ, പി ഓഫ് എ ഗിവൺ E2, അതിൻ്റെ മീനിങ് എന്താ? അയാൾ എന്ത് പറഞ്ഞു ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് എഴുതി മനസ്സിലാക്കാം. ഹീ സേസ്, അയാൾ എന്ത് പറഞ്ഞു? ഇറ്റ് ഈസ് 6. അയാൾ 6 ആണെന്ന് പറഞ്ഞു, ബട്ട് ഇറ്റ് ഈസ് നോട്ട് 6. ബട്ട് ഇറ്റ് ഈസ് ഒറിജിനലി നോട്ട് 6. ആക്ച്വലി ഇറ്റ് ഈസ് നോട്ട് 6. ആക്ച്വലി അത് 6 അല്ല. 6 അല്ലാതെ അയാൾ 6 ആണെന്ന് പറഞ്ഞു. വന്നത് 6 അല്ല, 5 വന്നപ്പോൾ അയാൾ പറഞ്ഞത് 6 ആണെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ നുണ പറഞ്ഞു എന്നല്ലേ? അയാൾ സത്യം പറയാതിരിക്കാനുള്ള പ്രോബിലിറ്റി അല്ലേ? സത്യം പറയുന്നത് 3/4 ആണെങ്കിൽ സത്യം പറയാതിരിക്കാനുള്ള പ്രോബിലിറ്റി എത്രയായിരിക്കും? 1 - 3/4 ആണ് വരിക അല്ലേ? 1/4. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? കൺഫ്യൂഷൻ ആയിരിക്കെങ്കിലും ക്ലിയർ ആയോ? 2 കേസാണ് ഇത്. ഒരിക്കലും ബേസ് തിയറമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ലേ. ഇങ്ങനത്തെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ തിരഞ്ഞുപിടിച്ച് ചെയ്ത് നോക്കേണ്ടത്. ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ നോക്കുക എന്താ പറയുന്നത്. E1 എന്ന് പറഞ്ഞാൽ 6 ആണെന്ന് എടുത്തു, E2 എന്ന് പറഞ്ഞാൽ നോട്ട് 6 ആണെന്ന് എടുത്തു. എ എന്നുള്ളത് അയാൾ പറയുന്ന കാര്യം 6 ആണെന്ന് പറയുന്ന കാര്യമായിട്ട് എടുത്തു. അപ്പോൾ എ ഗിവൺ E1 എന്താ? അയാൾ 6 ആണെന്ന് പറഞ്ഞു, ഗിവൺ ദാറ്റ് ഇറ്റ് ഈസ് 6, അതായത് അയാൾ സത്യം പറഞ്ഞു എന്നാണ് മീനിങ്. 3/4. ഇനി അയാൾ 6 ആണെന്ന് പറഞ്ഞു, ഗിവൺ ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് 6, അപ്പോൾ അയാൾ നുണ പറഞ്ഞു എന്നാണ് മീനിങ്, അതായത് 1/4. ഇനി ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ്, യഥാർത്ഥത്തിൽ അത് 6 കിട്ടാനുള്ള പ്രോബിലിറ്റി, അയാൾ പറഞ്ഞത് ശരിയാകാനുള്ള, അതായത് ഈ പറഞ്ഞതിന് തിരിച്ചിടുന്നത്. മനസ്സിലായോ? പി ഓഫ് E1 ഗിവൺ എ, E1 ഗിവൺ എടാ യഥാർത്ഥത്തിൽ 6 വരാനുള്ള പ്രോബിലിറ്റിയാണ്. ഇപ്പം എന്താ വരിക? പി ഓഫ് E1 ഇൻറ്റു പി ഓഫ് എ ഗിവൺ E1 പ്ലസ് പി ഓഫ് E2 ഇൻറ്റു പി ഓഫ് എ ഗിവൺ E2, അത് ന്യൂമറേറ്റർ ഇത്രയേ ഉള്ളൂ, ബൈ പി ഓഫ് E1 ഇൻറ്റു പി ഓഫ് എ ഗിവൺ E1 പ്ലസ് പി ഓഫ് E2 ഇൻറ്റു പി ഓഫ് എ ഗിവൺ E2 കേട്ടോ. അപ്പോൾ എത്ര വരിക? ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. 1/6 ഇൻറ്റു 3/4 ബൈ 1/6 ഇൻറ്റു 3/4 പ്ലസ് 1/6 ഇൻറ്റു 1/4. അപ്പോൾ 1/6 രണ്ടിൽ നിന്ന് കോമൺ എടുത്ത് വെട്ടിക്കളഞ്ഞു, ബാക്കി 3/4 ബൈ 3/4 പ്ലസ് 1/4. അപ്പോൾ ആൻസർ 3/4 ബൈ 4/4 അല്ലേ? തെറ്റിയോ? അപ്പോൾ 3/4 അല്ലേ ആൻസർ വന്ന്? തെറ്റിയിട്ടോ, ഒരു മിനിറ്റ് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കുക? 5/6 ആയിരുന്നു അവിടെ. ഓക്കെ, സോറി, 1/6 അല്ല, 5/6 ആണ്. 6നെ കോമൺ എടുത്ത് വെട്ടിക്കളഞ്ഞു, 4നെയും കോമൺ എടുത്ത് വെട്ടിക്കളഞ്ഞു. അപ്പോൾ 3/3 പ്ലസ് 5, 3/8 ആണ് ആൻസർ കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ? ഓപ്ഷൻ നമ്പർ D ആണ് കേട്ടോ. അപ്പോൾ തൽക്കാലം 5 ക്വസ്റ്റ്യനായി. ഇനി 5 ക്വസ്റ്റ്യൻ ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്താ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം അല്ലേ? സമയം ഒരുപാടായല്ലോ. ഞാനൊന്ന് ഓടിച്ച് പറയട്ടെ, നിങ്ങൾ ചെയ്ത് നോക്കുമോ? ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച്, ഞാൻ ബോർഡിൽ ചെയ്യുന്നില്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയുന്നത് നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക കേട്ടോ. ബാക്കിയുള്ള 5 ക്വസ്റ്റ്യൻ ഞാൻ ക്വസ്റ്റ്യൻ തരുന്നുണ്ട്, ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. കുഴപ്പമില്ലല്ലോ, 1.5 മണിക്കൂർ, 9:20 ആയില്ലേ? ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് പറയണേ. ഒരു ഫാക്ടറിയിൽ, കുഴപ്പമില്ലല്ലോ, ഞാൻ ക്വസ്റ്റ്യൻ പറയാണ് കേട്ടോ. ഇതൊന്ന് എഴുതണേ. ക്വസ്റ്റ്യൻ പറയുന്നു, ചെയ്യേണ്ട സ്റ്റെപ്പ് പറയുന്നു, നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് 5 ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ പോവാം. പിന്നെ അവസാനം എത്തുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട്, എങ്കിലും നോക്കാം. ഓക്കെ, അവസാനത്തെ കുറച്ച് ടഫ് ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട്, എഴുതാം. ഒരു ഫാക്ടറിയിൽ ബോൾട്ടുകൾ നിർമ്മിക്കുന്നത്. രസം എന്താ പറയുക, ഈ ക്വസ്റ്റ്യൻ നമുക്കിപ്പോൾ 2024 +2 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇപ്പോൾ കഴിഞ്ഞ +2 ട്യൂഷൻ എടുക്കുന്നുണ്ട്, അങ്ങനെ ഒരു ഗുണമുണ്ട്. കഴിഞ്ഞ വർഷത്തെ HSL ഞാൻ +2 പഠിപ്പിച്ചിരുന്നില്ല. ഓക്കെ, അതുകൊണ്ട് എനിക്ക് കുറേ ഒരു 10 ക്വസ്റ്റ്യനോളം +2 ലെവൽ വന്നപ്പോഴേ പെട്ടെന്ന് കൺഫ്യൂഷനായിട്ട് തെറ്റിക്കല്ല, അറ്റൻഡ് ചെയ്യാൻ ഒരു കോൺഫിഡൻറ്റ് കിട്ടാണ്ടിരുന്നു കേട്ടോ. ഇപ്പം കുറച്ച് അങ്ങനെയില്ല. അതിനുശേഷം എനിക്ക് മനസ്സിലായി, ഈ അടുത്ത HSCക്ക് മുമ്പ് +1 +2 തയ്യാറാക്കണമെന്ന് മനസ്സിലായി. അങ്ങനെ വീണ്ടും +1 +2 ട്യൂഷൻ എടുത്തുകൊണ്ട് വേറെ സ്കൂളിലൊന്നും പഠിപ്പിക്കാൻ പോയില്ല, നേരെ ട്യൂഷനിക്ക് പോയി. 2 വർഷം +1 +2 ട്യൂഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് കാരണം എനിക്ക് ക്വസ്റ്റ്യൻസ് കറക്റ്റ് അറിയുന്നുണ്ട്. അപ്പോൾ ഇത് +2 2024 ചോദിച്ച ക്വസ്റ്റ്യനാണ്. അവർക്ക് ക്വസ്റ്റ്യൻ പ്രിൻറ്റിങ് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കുക, വളരെ സിമ്പിളാണ്. നമ്മൾ പഠിക്കുന്ന സമയത്തും 2006 ആ സമയത്തൊക്കെ നമ്മുടെ
നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ ബേസ് തിയറത്തിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഒരു ഫാക്ടറിയിൽ ബോൾട്ടുകൾ ഉണ്ടാക്കുന്നത്, ഓക്കെ, ഓർമ്മയുണ്ടോ? ബോൾട്ട് മെഷീൻസ് ABC ആർ എന്താ പറയുക റെസ്പെക്റ്റീവ്ലി അവരുണ്ടാക്കുന്ന എത്രയാണ് മാനുഫാക്ചറിങ് 25%, 35%, 40%. അതിൽ ഡിഫക്റ്റീവ് ബോൾട്ട് ഉണ്ടാകുന്നു. ഇവിടെ പറയുന്ന കേടായ ബോൾട്ടുകൾ ഉണ്ടാവും അല്ലേ. നമ്മൾ കുറേ ബൾക്കായിട്ട് സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ അതിന് ഡിഫക്റ്റീവ് വരാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഡിഫക്റ്റീവ് ആകാനുള്ള പ്രോബിലിറ്റി തന്നിട്ട് 5%, 4%, 2%. അതിൽ ഒരു ബോൾട്ട് എടുക്കുന്നു. ആ ബോൾട്ട് ഡിഫക്റ്റീവ് ആകാനുള്ള പ്രോബിലിറ്റി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ പ്രോബിലിറ്റി ചോദിച്ചിട്ടുണ്ട്. ഇനി ഡിഫക്റ്റീവ് ആയ ബോൾട്ട് ബിയിൽ നിന്ന് വരാനുള്ള പ്രോബിലിറ്റിയും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ E1, E2, E3 എന്നുള്ളത് 3 മെഷീൻ എടുത്തു. P(E1) തന്നിട്ടുണ്ട് 25%, 25/100 കൊടുക്കുക. P(E2) 35%, 35/100. P(E3) 40%, 40/100. P(A) ഇവൻ്റെ ഡിഫക്റ്റീവ് ബോൾട്ട് അല്ലേ. ഡിഫക്റ്റീവ് ആകുന്നതിന് A എന്ന് കൊടുത്തു. അപ്പോൾ P(A)(E1) തന്നിട്ടുണ്ട് 5%. എല്ലാം ക്വസ്റ്റ്യനിലുണ്ട് കേട്ടോ. 5%. A(E2) തന്നിട്ടുണ്ട് 4%. A(E3) തന്നിട്ടുണ്ട് 2%. ദെൻ വാട്ട് ഈസ് P(A)? അത് എത്രയെന്ന് കണ്ടുപിടിക്കുക. ദെൻ P() രണ്ടാമത്തെ മെഷീനിൽ നിന്ന് വരാനുള്ള പ്രോബിലിറ്റി P(E2) ഗിവൺ കേട്ടോ. ഇത് ബേസ് തിയറം, ഇത് ടോട്ടൽ പ്രോബിലിറ്റി. ഓക്കെ അല്ലേ? അത് ചെയ്ത് നോക്കാമല്ലോ, കുഴപ്പമില്ലല്ലോ. അടുത്ത ചെയ്യട്ടെ. ക്വസ്റ്റ്യൻ ഞാൻ അയച്ചു തരാം കേട്ടോ. ഞാൻ ഗ്രൂപ്പിലിട്ടിട്ടുണ്ടേ. ക്വസ്റ്റ്യൻ ഗ്രൂപ്പിലിട്ടുണ്ട്, അത് നിങ്ങൾ ചെയ്ത് നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിക്ക് ചെയ്യണമെന്ന് ഓടിച്ച് പറയാം. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. ഇതും ചോദിക്കാൻ ചാൻസിലാണ്. ഒരു ഡോക്ടർ ഒരു രോഗിയെ സന്ദർശിക്കുന്നു. അയാൾ മുൻകാല അനുഭവങ്ങൾ വെച്ച് ട്രെയിനിൽ വരുന്നു, ബസ്സിൽ വരുന്നു, സ്കൂട്ടറിൽ വരുന്നു, മറ്റേതെങ്കിലും മാർഗം വഴി യാത്ര ചെയ്യുന്നു. അതിനുള്ള പ്രോബിലിറ്റി തന്നിട്ടുണ്ട്. അതായത് P(E1) 3/10, E2 1/5, E3 1/10, E4 2/5 എന്നിങ്ങനെയാണ്. മനസ്സിലായോ? അയാൾ ബസ്സിൽ വരുമ്പോൾ ലേറ്റ് ആകാനുള്ള ചാൻസ് വരുന്നുണ്ട് 1/4. സ്കൂട്ടറിൽ വരുമ്പോൾ ലേറ്റ് ആകാനുള്ള ചാൻസ്, ട്രെയിനിൽ വരുമ്പോൾ 1/4, ബസ്സിൽ വരുമ്പോൾ 1/3, സ്കൂട്ടറിൽ വരുമ്പോൾ 1/2. പക്ഷേ അയാൾ മറ്റേതെങ്കിലും ട്രാൻസ്പോർട്ട് വഴിയാണ് വരുന്നതെങ്കിൽ അയാൾ ഒരിക്കലും ലേറ്റ് ആവില്ല. അതിൻ്റെ അർത്ഥം P(A)(E1) എന്ന് പറയുന്നത് 1/4, A(E2) 1/3, A(E3) 1/12, A(E4) എന്തായിരിക്കും വരിക? അയാൾ ലേറ്റ് ആവില്ല എന്ന് പറഞ്ഞ് എന്തായിരിക്കും? A(E4) നാലാമത്തെ വഴിക്കൂടെ വരുമ്പോൾ അയാൾ ലേറ്റ് ആകില്ല. അതിൻ്റെ അർത്ഥം അത് 0 കൊടുക്കുക. ഓക്കെ, എന്നിട്ട് അദ്ദേഹം വൈകി എത്താനുള്ള സംഭവം എത്ര? അപ്പോൾ P(A) എന്നുള്ളത് ലേറ്റ് ആകാനുള്ള പ്രോബിലിറ്റി കൊടുക്കുന്നു. P(A) കണ്ടുപിടിക്കുക കേട്ടോ. ടോട്ടൽ പ്രോബിലിറ്റി ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹം വൈകിയാണ് വരുന്നതെങ്കിൽ ട്രെയിനിൽ വരാനുള്ള സാധ്യത. അപ്പോൾ E1 ഗിവൺ കേട്ടോ. ബേസ് തിയറം ഉണ്ട് കേട്ടോ. ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻ നോക്കണേ. ബേസ് തിയറും ചോദിച്ചിട്ടുണ്ട്, അതുപോലെ ടോട്ടൽ പ്രോബിലിറ്റിയും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ പോട്ടെ. മനസ്സിലായല്ലോ? സ്പീഡ് കൂടിയല്ലേ? ചെയ്ത് നോക്കുക. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അപ്പോൾ 7 കഴിഞ്ഞ് 8ാമത്തെ ക്വസ്റ്റ്യൻ. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണേ. സിമ്പിളല്ല. ഓക്കെ, സിമ്പിളല്ല. ഓക്കെ, എ ബാഗ് കണ്ടെയ്ൻസ് 5 റെഡ് ആൻഡ് 3 ബ്ലാക്ക് ബോൾസ്. സാറ് ബാഗിൻ്റെ പ്രോബ്ലം വിചാരിക്കരുത്. ഇതിൽ ചെറിയ എന്താ പറയുക, മറ്റേ മുദ്ര വ്യത്യാസം ഉണ്ടെന്ന് പറയുന്ന പോലെ ഇവിടെ എടുക്കുന്നത് 2 ബോളാണ്. കഴിഞ്ഞ ഇതുവരെ ഞാൻ പറഞ്ഞത് 1 ബോൾ എടുക്കുന്ന കാര്യമാണ് പറഞ്ഞത്. ഇവിടെ 2 ബോൾ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മുദ്ര മാറിയിട്ടുണ്ട്. എന്താണ്? ഡ്രോയിങ് 2 balls അല്ലേ. 5 റെഡും 3 ബ്ലാക്കും ഉണ്ട്. അടുത്ത ബാഗിൽ 4 റെഡും 5 ബ്ലാക്കും ഉണ്ട്. 1 bag is selected at random. Draw 2 balls from it. Then the probability that 1 red and other is black. ഒരു റെഡും അതർ ബ്ലാക്കും വരാനുള്ള പ്രോബിലിറ്റി എന്താണ് ക്വസ്റ്റ്യൻ. ക്ലിയർ ആയോ? അപ്പം നമ്മുടെ ടോട്ടൽ പ്രോബിലിറ്റിയുടെ ക്വസ്റ്റ്യൻ ആണ് അത്. ഒരു മിനിറ്റ്. ജസ്റ്റ് ഒന്ന് പറയാം, നിങ്ങൾ ചെയ്ത് നോക്കണേ. ചെയ്ത് നോക്കി കിട്ടിയില്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ജസ്റ്റ് ഒന്ന് ഇവിടെ അതിൻ്റെ ആൻസർ. യെസ്, ക്വസ്റ്റ്യൻ ഇതുള്ളൂ. അപ്പോൾ E1 എന്നുള്ളത് ഒരു ബാഗ് എടുക്കുന്നു അല്ലേ. സെലക്ട് ഫസ്റ്റ് ബാഗിൽ നിന്ന് E1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ബാഗ് എടുക്കുന്നു. ഏതൊരു ബാഗ് എടുക്കുന്നു? 1 bag സെലക്ടഡ് അറ്റ് റാൻഡം അല്ലേ. E2 എന്നുള്ളത് സെക്കൻഡ് ബാഗ് എടുക്കുന്നു. ഓക്കെ, P(E1) സിമ്പിളാണ് അല്ലേ. 1/2. P(E2) 1/2. കുഴപ്പമില്ലല്ലോ, രണ്ടിലും 1/2 ആണ്. അത് വളരെ സിമ്പിളാണ്. 2 ബാഗ് എടുക്കുന്നത്. ഇനി എന്താണ്? A, B ഇവൻ്റ് സെലക്ടിങ്. ക്വസ്റ്റ്യൻ പറഞ്ഞേക്കണത് എന്താണ്? സെലക്ടിങ് 1 റെഡ് ആൻഡ് അതർ ബ്ലാക്ക്. അപ്പോൾ 1 ബ്ലാക്ക്. P(1) റെഡും ആൻഡ് ആണ്, ആൻഡ് 1 ബ്ലാക്കും വരുന്നതാണ് A എന്ന് പറയുന്ന ഈവൻ്റ്. അപ്പോൾ A, B ഈവൻ്റ് സെലക്ടിങ് 1 റെഡ് ആൻഡ് 1 ബ്ലാക്ക് എടുത്തു. ഇനി ക്വസ്റ്റ്യൻ എന്താ അറിയോ? A ഗിവൺ E1 ആണ്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ P(not) ഈ ഫോമുല എഴുതുക. P(A) =
പി ഓഫ് E1 ഇൻറ്റു പി ഓഫ് എ ഗിവൺ E1 പ്ലസ് പി ഓഫ് E2 ഇൻറ്റു പി ഓഫ് എ ഗിവൺ E2. ഇത് എളുപ്പമാണ്. ഒന്നാമത്തെ പ്രോബിലിറ്റി 1/2 അല്ലേ. എ ഗിവൺ E1 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ബാഗിൽ നിന്ന് ഒരു ബ്ലാക്കും ഒരു റെഡ് എടുക്കണം. വളരെ സിമ്പിളാണ്. NC2 ആണ് എടുക്കുന്നത്. 2 എണ്ണം എടുക്കുന്നുണ്ട്. നമ്മുടെ ആ കോമ്പിനേഷൻ്റെ ഫോമിൽ യൂസ് ചെയ്യണമെന്നുള്ളൂ. അപ്പോൾ എത്ര വരിക? 5C1 അല്ലേ. 5 റെഡിൽ നിന്ന് ഒരെണ്ണം എടുത്തു ഇൻറ്റു പിന്നെന്താ പറഞ്ഞത് 3 ബ്ലാക്കിൽ നിന്ന് ഒരെണ്ണം എടുത്തു. വളരെ എളുപ്പമാണ്. ബൈ ടോട്ടൽ എത്രയാണ്? 5 3 8 ബോൾ അല്ലേ. 8ൽ നിന്ന് 2 എണ്ണം എടുക്കണം. ഇങ്ങനൊരു കാര്യം അവിടെ കൊടുക്കണം. അത്രയേ ഉള്ളൂ. ഓക്കെ അല്ലേ. പ്ലസ് അടുത്തതേപോലെ 1/2 ഇൻറ്റു അടുത്ത ബാഗ് എടുക്കുക. അടുത്ത ബാഗിൽ എത്ര ബോളുള്ളത്? 4 റെഡ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് 4C1 ഇൻറ്റു 5 ബ്ലാക്ക് ഉണ്ട്. അതിൽ നിന്ന് ഒരെണ്ണം എടുത്തു 5C1 ബൈ ടോട്ടൽ 9C2 കേട്ടോ. ഇത് സിംപ്ലിഫൈ ചെയ്ത് എഴുതണേ. ആൻസർ പറയാം. 275/504 ആണ്. അത് വർക്കൗട്ട് ചെയ്ത് കണ്ടുപിടിച്ചോളൂ കേട്ടോ. ഇതാണ് ക്വസ്റ്റിനെ. കുഴപ്പമില്ലല്ലോ പറഞ്ഞത്. ചെറുതായിട്ടൊരു ടഫ് ഇടാം. എടുക്കുന്നത് ഒരു ബോളായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. നമ്മൾ 2 ബോൾ എടുത്തുകൊണ്ടാണ് കുഴപ്പമുണ്ടായേ. ഇനി ഉണ്ട് കേട്ടോ, പേടിക്കേണ്ട ക്വസ്റ്റ്യൻസ്. ഇനി ഒരു ബോക്സിൽ നിന്ന് ഒരു ബോൾ എടുത്ത് അടുത്ത ബോക്സിലൊക്കെ ഇട്ടു, അവിടുന്ന് വേറെ ബോൾ എടുക്കാനുള്ള പ്രോബിലിറ്റി എന്നൊക്കെ ചോദിക്കുകയെ. അതൊക്കെ വേണ്ടി നമുക്ക് വർക്കൗട്ട് ചെയ്യാം പിന്നീട്. ഓക്കെ, ഞാൻ സെലക്ട് ചെയ്ത് 10 ക്വസ്റ്റ്യൻ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് പറഞ്ഞെന്നുള്ളേ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 4 ഓപ്ഷനിൽ നിന്ന് ശരി ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുവാനുള്ള ഒരു ചോദ്യത്തിന് സ്വന്തം അറിവ് ഉപയോഗിച്ചോ നോക്കി എഴുതിയോ ഊഹിച്ചോ, ഇത് ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ ആണേ, ഊഹിച്ചോ എന്ത് ചെയ്യുന്നു ആൻസർ എഴുതാം. ഊഹിച്ചെഴുതാനുള്ള സംഭാവന തന്നിട്ടുണ്ട്. ഊഹിച്ചെഴുതാനുള്ള സംഭാവന 1/3 നോക്കി എഴുതാനുള്ള സംഭാവന 1/6 ആണ്. നോക്കി എഴുതിയാൽ ശരിയുത്തരമാവാനുള്ള സംഭാവന 1/8 ആണെന്ന് കരുതുക. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ശരിയാണെങ്കിൽ അയാൾക്ക് ഉത്തരം അറിയാമായിരുന്നു എന്നതിൻ്റെ സംഭാവന എന്ത്? കൺഫ്യൂഷനായി അല്ലേ. അപ്പോൾ നമുക്ക് 3 ഈവൻ്റ് കൊടുക്കാം. എന്താണ്? E1 be the ഈവൻ്റ്. E1 be the ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകണുള്ളൂ. E1 be the ഈവൻ്റ്. നോക്കി എഴുതാവുന്നതിനെ E1 എന്ന് വിളിച്ചു, ഊഹിച്ചെഴുതുന്നതിനെ E2 എന്ന് വിളിച്ചു. അയാൾക്ക് ഉത്തരം അറിയാമെന്നുള്ളതിനെ E3 എന്ന് കൊടുത്തു. പി ഓഫ് E1 തന്നിട്ടുണ്ട് 1/3, പി ഓഫ് E2 തന്നിട്ടുണ്ട് 1/6. പക്ഷേ അറിയാമെന്നതിൻ്റെ ഉത്തരം തന്നിട്ടില്ല. ടോട്ടൽ പ്രോബിലിറ്റി 1 അല്ലേ. 1ൽ മൈനസ് ഇത് രണ്ടും കൂടി കൂട്ടണം കേട്ടോ. 1 മൈനസ് ബ്രാക്കറ്റിൽ 1/3 പ്ലസ് 1/6 ചെയ്താൽ മറ്റേൻ്റെ ഉത്തരം കിട്ടും. ഓക്കെ, അപ്പോൾ 3 പ്രോബിലിറ്റി കണ്ടുപിടിച്ചു. പി ഓഫ് E1 E2 E3 കണ്ടുപിടിച്ചു. ഇനി എന്താണ് സ്പെഷ്യൽ കേസ്? എന്താണ്? ഉത്തരം ശരിയാണ്. അപ്പോൾ ഉത്തരം ശരിയാണ് എന്നുള്ളതിനെ എ എന്ന് കൊടുത്തു. എ ഗിവൺ E1, അതായത് എ ഗിവൺ E1 എന്ന് പറഞ്ഞാൽ നോക്കി എഴുതുമ്പോൾ ഉത്തരം ശരിയാനുള്ള പ്രോബിലിറ്റി 1/8 തന്നിട്ടുണ്ട്. എ ഗിവൺ E2 ഊഹിച്ചെഴുതുമ്പോൾ ഉത്തരം ശരിയാവുമെന്ന് പറഞ്ഞിട്ടില്ല. അത് ലോജിക്കാണേ. 4 മൾട്ടിപ്പിൾ ചോയ്സ് ഉണ്ട്. അതിൽ ഒരെണ്ണം ശരിയാവുള്ള പ്രോബിലിറ്റി 1/4 അല്ലേ. അപ്പോൾ ഊഹിച്ചെഴുതുമ്പോൾ നമുക്ക് 1/4 ആണ് കേട്ടോ. അത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. ഇതൊരു 1.5 ക്വസ്റ്റ്യൻ ആണേ, ശ്രദ്ധിച്ചോണ്ടേ. ഊഹിച്ചെഴുതാവുന്ന കാര്യം പറഞ്ഞിട്ടില്ല. നോക്കി എഴുതുന്ന മാത്രമേ 1/8 തന്നിട്ടുള്ളൂ. അപ്പോൾ ഊഹിച്ചെഴുതുന്നത് എന്താണ്? 4 എണ്ണം ശരിയാണ് അല്ലേ. 4 എണ്ണം ശരിയാണെങ്കിൽ ഒരെണ്ണം ചാൻസ് റെഡി ആവാനുള്ള ചാൻസ് ഉള്ളൂ. അപ്പോൾ 4 എണ്ണത്തിൽ നിന്ന് ഒരെണ്ണം ശരിയാവാനുള്ള ചാൻസ് ഉള്ളൂ. 1/4 ആണ് കേട്ടോ. ഇനി മറ്റും തന്നിട്ടില്ല. അയാൾക്ക് ഉത്തരം അറിയാമെങ്കിൽ ആൻസർ ശരിയാക്കാനുള്ള പ്രോബിലിറ്റി തന്നിട്ടില്ല. അത് ഇത്രയായിരിക്കും 1 അല്ലേ. ഉത്തരം അറിയാമെങ്കിൽ അയാൾ എന്തായാലും റെഡിയാക്കുമല്ലോ. 1/1 1 തന്നെയാണ് ആൻസർ കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയും തന്നു. ഇനി അതിൻ്റെ എന്താണ് തിരിച്ചാണ് E3 ഗിവണെ കണ്ടുപിടിക്കേണ്ടി വരും കേട്ടോ. ഒന്ന് വായിച്ചു നോക്കിക്കോളേ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് പറയണേ. ഇത് നിങ്ങൾ തനിയെ ചെയ്യും, ഞാൻ ഹിൻ്റൊന്നും പറയുന്നില്ല. അത് സിമ്പിൾ ക്വസ്റ്റ്യൻ എന്നതല്ല. ഒന്ന് ചിന്തിക്കുക. അതായത് ഒരു ഗേള് ഒരു ഡൈ എടുത്തെറിയുന്നു. ചുമ്മാ പഠിച്ച് ഭ്രാന്താകുമ്പോൾ ഒരാളെ എന്ത് ചെയ്യുന്ന ഒരു ടീച്ചർ, നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരു ടീച്ചർ എന്ന് വിചാരിച്ചോ. ആ ടീച്ചർ ഭ്രാന്ത് പിടിച്ചു കുറച്ച് നേരം പഠിച്ചപ്പോഴേ. അപ്പോൾ എന്ത് ചെയ്തു? ഒരു ഡൈ എടുത്തിട്ട് ചുമ്മാ ഇട്ടെടുത്തു. ഡൈയിൽ 5 വന്നു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? കോയിൻ എടുത്തിട്ട് 3 പ്രാവശ്യം ടോസ് ചെയ്യും. വെറുതെ ബോറടിക്കല്ലേ. അപ്പോൾ 3 പ്രാവശ്യം ടോസ് ചെയ്തു. അപ്പോൾ ഡൈയിൽ 5 വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കോയിനെ 3 ടൈംസ് ടോസ് ചെയ്യും. ഡൈയിൽ 6 വന്നാലും കോയിനെ 3 ടൈംസ് ടോസ് ചെയ്യും. അപ്പോൾ എന്താണ് സാമ്പിൾ സ്പേസ് കിട്ടുക? 3 കോയിൻ വരെ ഹെഡ് ആ സാധനം ഉണ്ടല്ലോ, ടെയിൽ ആ സാധനം അതുവരെ ഇല്ല 8 എണ്ണം വരും കേട്ടോ. പിന്നെ ഡൈയിൽ 1 2 3 4 ഇതാണ് വരണമെങ്കിൽ 1 പ്രാവശ്യം ടോസ് ചെയ്യും. അപ്പോൾ ആൾ കൂളാവും. അപ്പോൾ 1 പ്രാവശ്യം ടോസ് ചെയ്യണോ. അപ്പോൾ സാമ്പിൾ സ്പേസിൽ എന്ത് കിട്ടും? ഹെഡും ടെയിലും കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിനെ E1 എന്ന് വിളിക്കുക, ഇതിനെ E2 എന്ന് വിളിക്കുക. അതിൽ എക്സാക്ട്ലി 1 ഹെഡ് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എക്സാക്ട്ലി 1 ഹെഡ് വരുന്നതിനെ എന്ത് കൊടുത്തു? നമ്മൾ എ എന്ന് പറഞ്ഞ് കൊടുത്തു. മനസ്സിലായോ? എ ബി ദി ഈവൻ്റ് എക്സാക്ട്ലി 1 ഹെഡാണ്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കണേ, മനസ്സിരുത്തി വായിക്കുക. ഇപ്പോൾ പി ഓഫ് എ ഗിവൺ E1 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കേസിൽ 1 ഹെഡ് വരാൻ ഇവിടെ 3 ചാൻസ് ആയിരിക്കും, 3/8.
എ ഗിവൺ E2. രണ്ടാമത്തെ ഈവൻറ്റിൽ ഒരു ഹെഡ് വരുന്നത് 1/2 ഇത്രയേ ഉള്ളൂ. ഇനി ഇവർ തമ്മിൽ പ്രോഡക്റ്റ് എടുക്കാം കേട്ടോ. P(E1) എന്ന് പറഞ്ഞാൽ 5/6 ആണ്. 5 or 6 വരെയുള്ള പ്രോബിലിറ്റി ആണ്. 2/6 വരും. ഇതിൻ്റെ പ്രോബിലിറ്റി 4/6 വരും കേട്ടോ. ചെയ്ത് നോക്കണേ, ട്രൈ ചെയ്ത് നോക്കുക. കിട്ടിയില്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ വീണ്ടും ചെയ്യുന്നതായിരിക്കും. കുഴപ്പമില്ലല്ലോ. ഒരു 1.5 മണിക്കൂറായില്ലേ എല്ലാവർക്കും വീട്ടിൽ ഫുഡ് കഴിക്കാനുള്ള സമയമായിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും കഷ്ടപ്പെടുത്തിയതിന് സോറി. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.